മക്കളെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ബൈബാക്ക് ഓഫ് സെക്യൂരിറ്റീസ്. ബൈബാക്ക് ഓഫ് സെക്യൂരിറ്റീസ് പറഞ്ഞു, അതിന്റെ കൺസെപ്റ്റ് പറഞ്ഞു, അതിന്റെ ജേർണൽ എൻട്രീസ് പറഞ്ഞു. ഓക്കെ, പ്രോബ്ലംസ് നമ്മൾ ഓൾറെഡി ഒരു 2-3 പ്രോബ്ലംസ് ചെയ്തു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വെച്ചാൽ കണ്ടീഷൻസ് ഫോർ ബൈബാക്ക് ആണ്. സർ, ഒരു ബൈബാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം? ഓക്കെ, നമ്മൾ പറയുന്നത് എ കമ്പനി ക്യാൻ ബൈ ബാക്ക് ഇറ്റ്സ് ഓൺ ഷെയർസ് or other specified securities out of free reserves, out of securities premium, or out of fresh issue. Fresh issue എന്ന് പറഞ്ഞാൽ fresh issue of shares, that may be equity shares, that may be preference shares, whatever. ഇങ്ങനെ ചെയ്യാന്നാ പറയുന്നത്. ഇത് മാത്രമല്ല മക്കളെ, there are conditions to be satisfied. എന്താണ് കണ്ടീഷൻ? ഫസ്റ്റ് കണ്ടീഷൻ it should be authorized in its articles. It should be authorized in its articles. Articles of association ഇതിന്റെ ഒരു ഓതറൈസേഷൻ ആണ്. ഓക്കെ, അതായത് ഈ കമ്പനിക്ക് ബൈബാക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം പറയണം. മക്കൾ എന്താ പറയുന്നത്? ബൈബാക്ക് എവിടെ ഉണ്ടാവണം? അതായത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ എന്ത് പറയണം? ബൈബാക്ക് ഈസ് അലൗഡ് എന്ന് പറയണം. ഓക്കെ, അല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റൂല? ബൈബാക്ക് ചെയ്യാൻ പറ്റൂല. രണ്ടാമത്തെ പോയിന്റ് ഫസ്റ്റ് authorized in its articles. ഞാൻ പറയുമ്പോൾ നിങ്ങൾ എന്റെ കൂടെ തന്നെ പറഞ്ഞു, ആ വേർഡ് മാത്രം ഓർമ്മ ഉണ്ടായി നിങ്ങൾക്ക് എക്സാം ചെയ്യാൻ. ബൈബാക്ക് ഷുഡ് ബി authorized in its articles. രണ്ടാമത്തെ, സ്പെഷ്യൽ റെസൊല്യൂഷൻ ഷുഡ് ബി പാസ്ഡ്. സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്? ബൈബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്? ബൈബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ശ്രദ്ധിക്കണം, 10% താഴെയാണെങ്കിൽ, 10% എന്താ? 10% ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. 10% താഴെയാണെങ്കിൽ നിങ്ങൾ സ്പെഷ്യൽ റെസൊല്യൂഷൻ വേണ്ട, ബോർഡ് റെസൊല്യൂഷൻ മതി. സർ എന്താണ് ഉദ്ദേശിക്കുന്നത്? 10% താഴെയാണെങ്കിൽ ബോർഡ് റെസൊല്യൂഷൻ, 10% മേലെയാണെങ്കിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ. 10% താഴെയാണെങ്കിൽ ബോർഡ് റെസൊല്യൂഷൻ വേണം. ഓതറൈസിംഗ് ദി ബൈബാക്ക്. മക്കളെ, ബൈബാക്ക് എന്ന് പറഞ്ഞാൽ ഓണേഴ്സിന് നമ്മൾ തിരിച്ച് ഫണ്ട് കൊടുക്കുകയാണ്, വെറുതെ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. അവിടെ സ്പെഷ്യൽ റെസൊല്യൂഷൻ വേണം. 10% താഴെയാണെങ്കിൽ എന്ത് മതി? ബോർഡ് റെസൊല്യൂഷൻ മതി. ഫസ്റ്റ് പോയിന്റ്, authorized in its articles. രണ്ടാമത്തെ, സ്പെഷ്യൽ റെസൊല്യൂഷൻ ഓർ ബോർഡ് റെസൊല്യൂഷൻ. ഓക്കെ, അപ്പൊ ബോർഡ് റെസൊല്യൂഷൻ ലെസ് ദാൻ 10%, അപ്പൊ സ്പെഷ്യൽ റെസൊല്യൂഷൻ മോർ ദാൻ 25%. നിങ്ങൾ ഇത് ലോലും പഠിക്കുന്നുണ്ട്, കമ്പനി ലോൽ ഇത് പഠിക്കുന്നുണ്ട്. ഇത് ആവശ്യമുണ്ട് നമുക്ക്. ഓക്കെ, കമ്പനി ഓഡിറ്റിൽ പഠിക്കുന്നുണ്ട് നിങ്ങൾ സെയിം കാര്യം. ഒരിടത്ത് പഠിച്ചാൽ മൂന്നിടത്തായി. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് the shares should be fully paid up. fully paid up ചെയ്ത ഷെയർസ് മാത്രമേ ബൈബാക്ക് ചെയ്യാൻ പറ്റൂ. പാർട്ട്ലി പെയ്ഡ് അപ്പ് ചെയ്ത ഷെയർസ് ബൈബാക്ക് ചെയ്യാൻ പറ്റില്ല. യെസ്, സെയിം പോയിന്റ് നിങ്ങൾ ഇവിടെ പഠിച്ചിട്ടുണ്ട്, റിഡംപ്ഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസിൽ പഠിച്ചിട്ടുണ്ട്. സെയിം പോയിന്റ്. ഓക്കെ, പാർട്ട്ലി പെയ്ഡ് അപ്പ് ചെയ്ത ഷെയർസ് എന്ത് ചെയ്യാൻ പറ്റൂല? ബൈബാക്ക് ചെയ്യാൻ പറ്റില്ല. ഫുള്ളി പെയ്ഡ് അപ്പ് ചെയ്ത ഷെയർസ് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? ബൈബാക്ക് ചെയ്യാൻ പറ്റൂ. നെക്സ്റ്റ്, രണ്ട് ബൈബാക്ക് തമ്മിലുള്ള ഗ്യാപ്പ് മിനിമം 1 year ആയിരിക്കണം. രണ്ട് ബൈബാക്ക് തമ്മിലുള്ള ഗ്യാപ്പ് മിനിമം 1 year ആയിരിക്കണം. അതായത് ഇന്ന് സെപ്റ്റംബർ 16, 2020 നിങ്ങൾ ഒരു ബൈബാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ബൈബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്റ്റംബർ 16, 2021 കഴിഞ്ഞതിന് ശേഷം മാത്രമേ ചെയ്യാൻ പറ്റൂ. There should be a minimum gap of 1 year between 2 buyback. Okay, ഒരു കൊല്ലത്തെ ഗ്യാപ്പ്. ഓക്കെ, ഓക്കെ മക്കളെ, 4 പോയിന്റ് ആയി. ആർട്ടിക്കിൾസ്, സ്പെഷ്യൽ റെസൊല്യൂഷൻ ഓർ ബോർഡ് റെസൊല്യൂഷൻ, പിന്നെ മൂന്നാമത്തെ പോയിന്റ് ഫുള്ളി പെയ്ഡ് അപ്പ്. നാലാമത്തെ പോയിന്റ് എന്താണ്? ഇപ്പൊ എന്താ പറഞ്ഞത് ഞാൻ? ഗ്യാപ്പ് ഓഫ് 1 year. മക്കളെ, ഇപ്പൊ 4 പോയിന്റ് ആയി. ഓക്കെ, നെക്സ്റ്റ് 3 പോയിന്റ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് എന്താന്ന് പറയുന്നത് വെച്ചാൽ, ഒരു കൊല്ലം നിങ്ങൾ ബൈബാക്ക് ചെയ്യുന്നത് മാക്സിമം 25% ഓഫ് ഔട്ട്സ്റ്റാൻഡിംഗ് ഷെയർസ്. 25% ഓഫ് ഔട്ട്സ്റ്റാൻഡിംഗ് ഷെയർസ്. The buyback should not exceed the buyback of shares in any financial year must not exceed 25% of its shares outstanding. നിങ്ങൾ എത്രയാണോ ഷെയർസ് ഉള്ളത് അതിന്റെ 25% കൂടാൻ പറ്റൂല. ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുമില്ല മക്കളെ, നിങ്ങളുടെ ബാലൻസ് ഷീറ്റ് എത്രയാണോ ഷെയർസ് ഉള്ളത് അതാണ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു കൊല്ലം 25% കൂടാൻ പറ്റൂല. ഒരു പോയിന്റ്, മാക്സിമം എത്ര? 25%.
എത്രാമത്തെ പോയിന്റ് ഇത്? അഞ്ചാമത്തെ പോയിന്റ്. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ഔട്ട്സ്റ്റാൻഡിംഗ് ടെസ്റ്റ്. ഔട്ട്സ്റ്റാൻഡിംഗ് ടെസ്റ്റ്. ഓക്കെ, ഞാൻ അടുത്ത പോയിന്റ്, ആറാമത്തെ പോയിന്റ്. The buyback must be equal to or less than 25% of total paid up capital and free reserves of the company. അതായത് നിങ്ങളുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിന്റെയും നിങ്ങളുടെ ഫ്രീ റിസർവ്സിന്റെയും രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ അതിന്റെ 25% നിങ്ങൾ ബൈബാക്ക് ചെയ്യാൻ പറ്റൂല. അതിന്റെ 25% കൂടുതൽ ബൈബാക്ക് ചെയ്യാൻ പറ്റൂല. സർ, മറ്റേതും 25%, ഇതും 25%, എന്താ മാറ്റമുള്ളത് മക്കളെ? അത് ഷെയർസ് ആണ്, ഇത് ഫണ്ടാണ്, എമൗണ്ട് ആണ്. ഇത് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്നാ പറയുന്നത്, ഇത് ഫ്രീ റിസർവ്സ് എന്നാ പറയുന്നത്, അവിടെ ഷെയർസ് എന്നാ പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന് പറയും ഔട്ട്സ്റ്റാൻഡിംഗ് ടെസ്റ്റ്, ഇതിന് പറയും എന്ത്? റിസോഴ്സ് ടെസ്റ്റ്. എന്താ പറയാ? റിസോഴ്സ് ടെസ്റ്റ്. ഓക്കെ, മാക്സിമം എത്ര ബൈബാക്ക് ചെയ്യാൻ പറ്റാ? 25% ഓഫ് paid up capital and free reserves of the company. Next, last point, after buyback, debt equity ratio should be 2:1. Should be 2:1. അല്ലെങ്കിൽ after buyback ഡെപ്റ്റ് 2-നേക്കാളും കൂടാൻ പറ്റൂല, ഇക്വിറ്റി 1 ആവരുത്. അതായത് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ 2-നേക്കാളും ഗ്രേറ്റർ ആവരുത്, 2:1 ഗ്രേറ്റർ ആവരുത്, 2.1 വരെ ആവാൻ പറ്റൂല. അത്രയേ ഉള്ളൂ. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ആഫ്റ്റർ ബൈബാക്ക് should not be more than 2, or after buyback debt equity ratio should be 2:1. ഇതാണ് മക്കളെ ഈ 3 പോയിന്റ്. ഓക്കെ, റിസോഴ്സ് ടെസ്റ്റ്, ഔട്ട്സ്റ്റാൻഡിംഗ് ടെസ്റ്റ്, മൂന്നാമത്തെ ടെസ്റ്റിന്റെ പേരാണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ടെസ്റ്റ്. മക്കളെ ഈ 3 ടെസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എത്രയാണ് മാക്സിമം ഒരു കൊല്ലം നമ്മൾ ബൈബാക്ക് ചെയ്യാൻ പറ്റും ഈ 3 ടെസ്റ്റ് ചെയ്ത്. കാരണം ഇതെല്ലാം പറയുന്നത് മാക്സിമം എന്നാണ്. ഓക്കെ, ശ്രദ്ധിക്കുക. ഫോർ എക്സാമ്പിൾ പറയുന്നത്, ഇവിടെ പറയുന്നത് 10 ഷെയർസ് ബൈബാക്ക് ചെയ്തു, ഇവിടെ പറയുന്നത് 11 ഷെയർസ് ബൈബാക്ക് ചെയ്തു, ഈ ടെസ്റ്റ് ഇപ്പൊ പറയുന്നത് 12 ഷെയർസ് ബൈബാക്ക് ചെയ്തു. നിങ്ങൾ എന്താ ചെയ്യുക? 12 ഷെയർസ് ബൈബാക്ക് ചെയ്യുക? ഇല്ല. നിങ്ങൾ 12 ഷെയർസ് ബൈബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ 2 റൂളും കംപ്ലൈ ചെയ്യുന്നില്ല എന്ന് അർത്ഥം. ഈ 11 ഷെയർസ് ബൈബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്ന് അർത്ഥം. 10 ഷെയർ ബൈബാക്ക് ചെയ്തല്ലോ, 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ 3 ടെസ്റ്റിന്റെ ലീസ്റ്റ് മാത്രമേ നമുക്ക് ബൈബാക്ക് ചെയ്യാൻ പറ്റൂ. ലീസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ടെസ്റ്റ്, ഔട്ട്സ്റ്റാൻഡിംഗ് ടെസ്റ്റ്, റിസോഴ്സ് ടെസ്റ്റ് ഷുഡ് ബി ബോട്ട് ബാക്ക്. അതായത് നമ്മൾ ഈ 3 ടെസ്റ്റ് നടത്തണം. ഈ 3 ടെസ്റ്റ് നടത്തിയതിനു ശേഷം എത്രയാണോ ലീസ്റ്റ്, കാരണം ലീസ്റ്റ് എടുത്താലേ ശരിയാവും. നിങ്ങൾക്ക് ഞാൻ ലൈവ് എക്സാമ്പിൾ പറഞ്ഞു. ഓക്കെ, ലൈവ് എക്സാമ്പിൾ പറഞ്ഞു. 10, 11, 12. ഇതിൽ 10 എടുത്തു കഴിഞ്ഞാൽ മാത്രമേ 3 റൂളും കംപ്ലൈ ചെയ്യും. 11 എടുത്താൽ 1 റൂൾ കംപ്ലൈ ചെയ്യില്ല, 2 റൂൾ കംപ്ലൈ ചെയ്യും. 12 എടുത്തു കഴിഞ്ഞാൽ 1 റൂൾ കംപ്ലൈ ചെയ്യും, 2 റൂൾ കംപ്ലൈ ചെയ്യില്ല, 3ഉം കംപ്ലൈ ചെയ്യണം. 7 റൂളും ഞാൻ തന്നെ 7 റൂളും കംപ്ലൈ ചെയ്യണം. പക്ഷെ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ബാക്കി 4 റൂളിന് വലിയ പ്രസക്തിയില്ല. ഈ 3 കാര്യത്തിനാണ് ഇമ്പോർട്ടൻസ്. 1, 2, 3. ഓക്കെ മക്കളെ, പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? മക്കളെ, ഇനിയും കുറെ കണ്ടീഷൻസ് ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എക്സാമിന് മാർക്ക് കിട്ടണം, അത്രേ ഉള്ളൂ. 4 മാർക്കിന് തിയറി ചോദിക്കും ചിലപ്പം. വാട്ട് ആർ ദ കണ്ടീഷൻസ് ഫോർ ബൈബാക്ക്, വാട്ട് ആർ ദ കണ്ടീഷൻസ് ടു ബി സാറ്റിസ്ഫൈഡ് ഫോർ ബൈബാക്ക് ആസ് പെർ ദ കമ്പനീസ് ആക്ട്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് ചെയ്താ the Companies Act permits the companies to buy back their own shares and other specified securities out of free reserves, securities premium, proceeds of issue of any shares or other specified securities. അതിന്റെ കൂടെ തന്നെ നിങ്ങൾ പറയണം എന്ത്? അതായത് ഫോളോയിങ് ആർ ദ കണ്ടീഷൻസ്. എന്താ കണ്ടീഷൻ? ഫസ്റ്റ്, ആർട്ടിക്കിൾസിൽ ഓതറൈസ് ചെയ്യണം. രണ്ടാമത്തെ സ്പെഷ്യൽ റെസൊല്യൂഷൻ ഓർ ബോർഡ് റെസൊല്യൂഷൻ. മൂന്നാമത്തത് ഫുള്ളി പെയ്ഡ്. നാലാമത്തെ 1 year ഗ്യാപ്പ്. ഓക്കെ, അഞ്ചാമത്തത് ഔട്ട്സ്റ്റാൻഡിംഗ് ടെസ്റ്റ്. ആറാമത്തെ റിസോഴ്സ് ടെസ്റ്റ്. ഏഴാമത്തെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ടെസ്റ്റ്. ഇത്രയേ ഉള്ളൂ. ബുള്ളറ്റ് പോയിന്റ്സ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ പ്രസന്റ് ചെയ്യാൻ പറ്റും. വലിയ ഡീലല്ല. ഓക്കെ, ബുള്ളറ്റ് പോയിന്റ്സ് മനസ്സിലുണ്ടായാൽ മതി. മക്കളെ, സെയിം കാര്യം ഓഡിറ്റിംഗിൽ ചോദിക്കും. ഇഫ് യു ആർ an auditor, how will you verify buyback of shares? Okay, how will you verify buyback of shares? അങ്ങനെ ചോദിക്കും. നിങ്ങൾ എന്താ ചെയ്യാ? നിങ്ങൾ പറയാ, ഞാനൊരു ഓഡിറ്റർ ആണെങ്കിൽ ഞാൻ ഇതെല്ലാം കംപ്ലൈ ചെയ്തിരുന്നു നോക്കണം. ഇങ്ങനെ ഈ സംബന്ധം ഈ കഥ തന്നെ എഴുതി കൊടുത്താൽ മതി. ഓക്കെ, നിങ്ങൾക്ക് അവിടെ മാർക്ക് കിട്ടും. അതായത് ഓഡിറ്റിംഗും പഠിച്ച്, അക്കൗണ്ട്സും പഠിച്ച്, ലോവും പഠിച്ച്, അത്രേ ഉള്ളൂ. ടാലി. ഓക്കെ ആണോ മക്കളെ? ജസ്റ്റ് പോയിന്റ്സ് ഒന്ന് വായിച്ചാൽ, the buyback should be authorized by its articles. The special resolution
has been passed in general meeting of the company authorizing the buyback. Buyback authorize ചെയ്യാൻ വേണ്ടി special resolution pass ചെയ്യണം. However, the above provision does not apply ചെയ്യൂല if the buyback is less than 10%. Only a board resolution is required if the buyback is less than 10%. The buyback must be equal to or less than 25% of the total paid up capital and free reserves of the company. അതിനാ പറയാ reserves test. The buyback of shares in any financial year must not exceed 25% of its shares outstanding. All the shares or other specified securities for buyback should be fully paid up. Okay, debt equity ratio after buyback should not be more than 2. There shall be a minimum gap of 1 year in buyback offer from the date of closure of the previous year previous year buyback ആണ്. ഓക്കെ, ആ വേർഡ് മിസ്സായി പോയതാണ് previous year buyback. മക്കളെ ശ്രദ്ധിക്കണേ, ഫോർ ദിസ് ചാപ്റ്റർ റിസർവ്സ് അത് നമ്മൾ പറഞ്ഞു 2 പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യില്ല. മക്കളെ ഈ ചാപ്റ്ററിൽ ഡെപ്റ്റ് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങാം. മക്കളെ ശ്രദ്ധിക്കും. ഓക്കെ, ശ്രദ്ധിക്കേ. അതായത് മക്കളെ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇക്വിറ്റി എന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പ്ലസ് ഫ്രീ റിസർവ്സ്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പ്ലസ് ഫ്രീ റിസർവ്സ്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പ്ലസ് ഫ്രീ റിസർവ്സ്. ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ രീതിയിൽ ഡെപ്റ്റിന് പല ഡെഫിനിഷൻസും ഉണ്ട്. നിങ്ങൾ FM റേഷ്യോസ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുമ്പോൾ അവിടെ പഠിക്കും. ആ റേഷ്യോ അത് എടുക്കരുത്. ഓക്കെ, ഇവിടെ ഡെപ്റ്റ് എന്ന് പറയുന്നത് സെക്യൂർഡ് ലോൺ, സ്പെല്ലിംഗ് തെറ്റുണ്ടല്ലേ, secured loan plus unsecured loan plus current liability plus non current liability എല്ലാം വരും. അതായത് ഡെപ്റ്റ് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ എല്ലാം വരും. ഈ ചാപ്റ്ററിൽ ഞാൻ ഫോക്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രം, വേറൊന്നിനും കൊണ്ടല്ല. ഓക്കെ, വേറൊന്നിനും വേണ്ടിയിട്ടല്ല. ശ്രദ്ധിക്കും, നമുക്ക് എന്ത് ചെയ്യാം, ആ നോട്ടെല്ലാം വായിച്ചു തീർക്കാം. ഡെപ്റ്റ് ഇൻക്ലൂഡ് സെക്യൂർഡ് ആൻഡ് അൺസെക്യൂർഡ് ലോൺസ്, ലോങ് ടേം ഡെപ്റ്റ് ആൻഡ് ഷോർട്ട് ടേം ഡെപ്റ്റ്. ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഡെപ്റ്റ് എന്താന്ന് പറയുന്നത് വെച്ചാൽ. ഓക്കെ മക്കളെ, മാക്സിമം നമ്പർ ഓഫ് ഷെയർസ് ദാറ്റ് ക്യാൻ ബി ബോട്ട് ബാക്ക് എന്ന് പറയുന്നത് റിസോഴ്സ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പ്ലസ് ഫ്രീ റിസർവ്സ് ഡിവൈഡഡ് ബൈ ബൈബാക്ക് പ്രൈസ് ഇൻടു 25%. ഔട്ട്സ്റ്റാൻഡിംഗ് ടെസ്റ്റ് നമ്പർ ഓഫ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻടു 25%. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ആഫ്റ്റർ ബൈബാക്ക് ഷുഡ് ബി 2:1. ലീസ്റ്റ് ഓഫ് ദ അബവ് ക്യാൻ ബി ബോട്ട് ബാക്ക്. ഓക്കെ, ഈ 3 കാര്യത്തിൽ ലീസ്റ്റ് ബൈബാക്ക് ചെയ്യുക. അതിന്റെ ലോജിക്കും ഞാൻ പറഞ്ഞത്. മക്കളെ, ഈ ഫോർമുലാസിന്റെ ലോജിക്കാണ് അടുത്ത ഞാൻ പഠിപ്പിക്കാൻ പോകും. ശ്രദ്ധിക്കല്ലാതെ ശ്രദ്ധിക്കും. മക്കളെ, നമ്മളിപ്പോ കണ്ടീഷൻസ് പഠിച്ചു. അതായത് ബൈബാക്ക് 2 പോയിന്റ് ഓഫ് വ്യൂലാണ് പ്രോബ്ലം ചെയ്യേണ്ടത്. 2 പോയിന്റ് ഓഫ് വ്യൂ. ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് മക്കളെ ക്വസ്റ്റ്യനിൽ നിങ്ങളോട് പറയും ഇത്ര ബൈബാക്ക് ചെയ്യണം, 20%, 25%, അങ്ങനെ പറയും. അങ്ങനെ പറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് ചെയ്യും. ഓക്കെ, ഇനി ചില കേസിൽ നമ്മൾ കണ്ടുപിടിക്കണം എത്രയാണ് ഒരു കമ്പനിക്ക് മാക്സിമം ബൈബാക്ക് ചെയ്യാം. ഈ ടെസ്റ്റ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാം. സർ നമ്മൾ ഇതുവരെ അങ്ങനെ നോക്കിയിട്ടില്ല. നോക്കേണ്ട ആവശ്യമില്ല. കാരണം അവർ ക്വസ്റ്റ്യനിൽ പറയും നിങ്ങൾ ഇത്ര ബൈബാക്ക് ചെയ്യണോ. അതായത് നമ്മൾ അസ്യൂം ചെയ്യുന്നത് അവർ ബൈബാക്കിന്റെ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇനി നമ്മൾ എന്ത് ചെയ്യും? ആ ടെസ്റ്റ് 3 നടത്തും. അതിൽ ലീസ്റ്റ് മാത്രമേ ബൈബാക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഞാനിപ്പോ പഠിപ്പിക്കാൻ പോകുന്നത്. മക്കളെ, ഇത് ഞാൻ മാക്സിമം ഞാൻ നിങ്ങൾക്ക് കൺസെപ്റ്റ് പഠിപ്പിച്ചു. നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാം. ബൈഹാർട്ട് പഠിക്കുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ബൈഹാർട്ട് പഠിക്കുമെന്ന് വേണ്ട, ആക്സെപ്റ്റ് ചെയ്യും. ഓക്കെ മക്കളെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോയത് ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ ഈ 3 ടെസ്റ്റ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ശ്രദ്ധിക്കും. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഫേസ് വാല്യൂ 10 രൂപ. ഓക്കെ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിന്റെ വാല്യൂ 120 രൂപയാണ്. റവന്യൂ റിസർവ് ഓർ ഫ്രീ റിസർവ്സ് എന്ന് പറയുന്നത് 168 രൂപയാണ്. ഡെപ്റ്റ് 320 രൂപയാണ്. ഡെപ്റ്റ് എത്രയാ? 320. സർ ഡെപ്റ്റ് എന്തിനാ? ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്നൊരു സംഭവം ഉണ്ട്, അതിന് വേണ്ടിയിട്ട് ഡെപ്റ്റ്. ഓക്കെ, ഡെപ്റ്റ് എന്തിനാ? ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോന്റെ പഠിക്കാൻ വേണ്ടി. ശ്രദ്ധിക്കല്ല. ഫസ്റ്റ് ടെസ്റ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ടെസ്റ്റ്, ഷെയർസ് ഔട്ട്സ്റ്റാൻഡിംഗ് ടെസ്റ്റ് എന്ന് പറയും, ഔട്ട്സ്റ്റാൻഡിംഗ് ടെസ്റ്റ് എന്നും പറയും, പ്രശ്നമൊന്നുമില്ല. ഔട്ട്സ്റ്റാൻഡിംഗ് ടെസ്റ്റ് എന്താണ് സംഭവം? നമ്പർ ഓഫ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡിംഗ് into 25%. നമ്മളോട് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിംഗ് ടെസ്റ്റ് പറയുന്നത് മാക്സിമം നിങ്ങൾക്ക് ബൈബാക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ കൊല്ലം എത്രയാണോ ഷെയർസ് ഔട്ട്സ്റ്റാൻഡിംഗ് അതിന്റെ 25%. മക്കളെ,
എത്ര നിങ്ങളുടെ ഷെയർസ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത്? 120 രൂപയാണ് നിങ്ങളുടെ എമൗണ്ട്. എത്ര? 120 രൂപ. അന്നേരം അത് എത്ര ഷെയർസ്? 12 ഷെയർസ്. 12 ഷെയർസ്. ഓക്കെ, 12 ഷെയർസ് ഇൻറ്റു 25%. എത്രയാ മക്കളെ? 12 ഇൻറ്റു 25% എന്ന് പറയുന്നത് 3 ഷെയർസ്. മക്കളെ ഔട്ട്സ്റ്റാൻഡിംഗ് ടെസ്റ്റ് നമ്മളോട് പറയുന്നത് 3 ഷെയർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബൈബാക്ക് ചെയ്യാൻ പറ്റുമോ? അത്ര 3 ഷെയർസ്. സർ 3 തന്നെ പറയും. 3 എന്ന് പറയുമ്പോൾ പ്രശ്നമൊന്നുമില്ല. 3 ഷെയർസ്. ഓക്കെ, ഇക്വിറ്റി ഷെയർസ് തന്നിട്ടുണ്ട്, റവന്യൂ റിസർവ് തന്നിട്ടുണ്ട്, ഡെപ്റ്റ് തന്നിട്ടുണ്ട്, ബൈബാക്ക് പ്രൈസ് തന്നിട്ടുണ്ട്, ഫേസ് വാല്യൂ തന്നിട്ടുണ്ട്. ഓക്കെ, ഫേസ് വാല്യൂ 10, ഫേസ് വാല്യൂ 20. സോറി, ഫേസ് വാല്യൂ 10, ബൈബാക്ക് പ്രൈസ് 30. ഓക്കെ, രണ്ടാമത്തെ ടെസ്റ്റാണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്, റിസോഴ്സ് ടെസ്റ്റ്. റിസോഴ്സ് ടെസ്റ്റ് മക്കളെ ശ്രദ്ധിക്കും. എന്താണ് റിസോഴ്സ് ടെസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഞാനിവിടെ ഫസ്റ്റ് ഒരു കൺസെപ്റ്റ് പറയും, പിന്നെ അത് ഫോർമുലയിലേക്ക് അപ്ലൈ ചെയ്യും. അന്നേരം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ശ്രദ്ധിക്കും. ഒരു മിനിറ്റ് മക്കളെ. 120 + 160. മക്കളെ എന്റെ ബ്രദറിന്റെ കയ്യിൽ ഓക്കെ 288 റുപ്പീസ് ഉണ്ട്. എത്രയുള്ളത്? 288 റുപ്പീസ്. അത്ര റുപ്പീസ് ആണ്, നമ്പർ അല്ല, റുപ്പീസ്. 288 റുപ്പീസ്. എന്റെ ബ്രദർ എന്താ ചെയ്യുന്ന വെച്ചാൽ ഈ 288 റുപ്പീസിൽ എന്റെ ബ്രദറിന്റെ കയ്യിൽ 288 റുപ്പീസ് ഉണ്ട്. അതില് 288 റുപ്പീസിന്റെ 25%, 288 റുപ്പീസിന്റെ 25%, that is equal to 72 റുപ്പീസ്. എത്രയാ? 72 റുപ്പീസ്. 72 രൂപ എന്റെ ബ്രദർ എനിക്ക് തരുന്നു. എത്രയാണ്? 72 രൂപ എനിക്ക് തരുന്നു. എന്നിട്ട് എന്നോട് പറയുന്നു നീ പോയിട്ട് ഒരു ഫേർണിച്ചർ വാങ്ങിക്കണം. ഓക്കെ, എന്ത് വാങ്ങിക്കണം? ഫേർണിച്ചർ വാങ്ങിക്കണം. ഒരു ഫേർണിച്ചർ അല്ല, നീ എത്ര വേണമെങ്കിലും ഫേർണിച്ചർ വാങ്ങിച്ചോ. 72 രൂപക്ക് കറക്റ്റ് ആകുന്ന രീതിയിൽ ഫേർണിച്ചർ വാങ്ങിച്ചോ. 72 രൂപക്ക് കറക്റ്റ് ആകുന്ന രീതിയിൽ ഫേർണിച്ചർ വാങ്ങിച്ചോ. ശ്രദ്ധിക്കും മക്കളെ, ശ്രദ്ധിക്ക്. അതായത് 72 രൂപക്ക് പോയിന്റ് ഒന്നും നമ്മളിവിടെ വലിയ രീതിയിൽ ഇതാക്കൂല. 72 രൂപ എന്റെ കയ്യിലുണ്ടെങ്കിൽ എനിക്ക് 30 രൂപയാണ് എന്റെ ഫേർണിച്ചറിന്റെ പ്രൈസ്. എത്രയാണ്? 30 രൂപ. 72 രൂപ എനിക്ക് കിട്ടി. ഓക്കെ, 72 രൂപ എനിക്ക് കിട്ടി. അതിൽ നിന്ന് 30 രൂപന്റെ ഫേർണിച്ചർ വാങ്ങിക്കണം. അങ്ങനെയാണെങ്കിൽ എത്ര വാങ്ങിക്കാൻ പറ്റും ഫേർണിച്ചർ? 72 ഡിവൈഡഡ് ബൈ 30, ദാറ്റ് ഈസ് ഈക്വൽ ടു 2.4. 2 എന്ന് പറയുന്നത് നിങ്ങളത് റൗണ്ടഡ് ഓഫ് ചെയ്താ 2.4. പോയിന്റ് ഒന്നും പ്രശ്നമല്ല. 2 ഫേർണിച്ചറാണ് നമ്മൾ വാങ്ങിക്കുന്നത്. സർ 0.4 ഫേർണിച്ചറാണ് വാങ്ങിക്കുന്നത്. തൽക്കാലം അങ്ങനെ ആക്കട്ടെ മക്കളെ, പോയിന്റിനൊന്നും വലിയ വാല്യൂ ഇല്ല. 2.4 എന്താ വാങ്ങിക്കുന്നത്? ഫേർണിച്ചറാണ് വാങ്ങിക്കുന്നത്. ഓക്കെ, ശ്രദ്ധിക്ക്. എന്റെ ബ്രദറിന്റെ കയ്യിലുള്ളത് 288 റുപ്പീസ്. അതിൽ 25% അല്ലെങ്കിൽ 25% എന്ന് വേണ്ട 72 രൂപ എനിക്ക് തന്നു. 72 രൂപ എന്നോട് പറഞ്ഞു പോയിട്ട് നീ ഫേർണിച്ചർ വാങ്ങിച്ചോ. എത്ര ഫേർണിച്ചർ വാങ്ങിക്കണ്ടേ? അതായത് ഫേർണിച്ചർ എത്രയാണെന്ന് അവര് പറഞ്ഞില്ല. എന്നോട് പറഞ്ഞു 30 രൂപന്റെ ഫേർണിച്ചർ വാങ്ങിച്ചോ, നിനക്ക് എത്രയാ കിട്ടുന്നത് വാങ്ങിച്ചോ. എനിക്ക് കിട്ടിയത് 2.4. പോയിന്റ് പ്രശ്നമാക്കണം മക്കളെ, 2.4. ഞാൻ അങ്ങനെ എന്ത് ചെയ്തു? 72 രൂപ വെച്ചിട്ട് 2.4 ഫേർണിച്ചർ വാങ്ങിച്ചു. ഇതാണ് മക്കളെ റിസോഴ്സ് ടെസ്റ്റ്. നിങ്ങൾക്ക് ഈ ലോജിക്ക് മനസ്സിലായി മക്കളെ? ഇതേ സംഭവം നമ്മൾ കമ്പനിയിലും സംഭവിക്കുന്നുണ്ട്. ഓക്കെ, കമ്പനിയുടെ കയ്യിൽ 288 രൂപ ഉണ്ട്. 288 രൂപ ഉണ്ട് റിസോഴ്സ് എന്ന് പറഞ്ഞിട്ട്, അതായത് ഓണേഴ്സിന്റെ ഫണ്ടായിട്ട് 288 രൂപ ഉണ്ട്. ഓക്കെ, അതിൽ നിന്ന് അവര് കൊടുക്കുന്നത് 25%. അതാണ് ഈ 72 കിട്ടുന്നത്. ഓക്കെ, 72 വെച്ചിട്ട് ഈ 72 രൂപ എനിക്ക് കമ്പനിക്ക് എത്ര യൂസ് ചെയ്യാൻ പറ്റും? 72 രൂപ. ഈ 72 പറയുന്നത് നമ്മുടെ പേരാണ് മാക്സിമം എമൗണ്ട് അവൈലബിൾ ഫോർ ബൈബാക്ക്. എന്തിനാ പറയാ? ഈ 72 രൂപക്ക്, അതായത് എനിക്ക് എന്റെ ബ്രദർ തരുന്ന പൈസ അല്ലെങ്കിൽ കമ്പനി കൊടുക്കുന്ന പൈസ. ഓക്കെ, ഈ 72 രൂപ വെച്ചിട്ട് മാക്സിമം എമൗണ്ട് അവൈലബിൾ ഫോർ ബൈബാക്ക്. നമുക്ക് ഇത്ര പൈസ ഉണ്ട് ബൈബാക്ക് ചെയ്യാൻ വേണ്ടി. ഈ ഇത്ര പൈസ കൊണ്ട് നമുക്ക് എത്ര ബൈബാക്ക് ചെയ്യാൻ പറ്റും? അതായത് നമ്മൾ എന്ത് ചെയ്ത് 30 രൂപന്റെ ഫേർണിച്ചർ വാങ്ങിച്ചു. 30 രൂപന്റെ ഫേർണിച്ചർ വാങ്ങിക്കുമ്പോൾ നമുക്ക് 2.4 ഫേർണിച്ചർ വാങ്ങിക്കാൻ പറ്റും. മക്കളെ ഒന്നുമില്ല, 30 രൂപ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ ബൈബാക്ക് പ്രൈസ്. 30 രൂപക്ക് ഷെയർ ഉണ്ടെങ്കിൽ 72 രൂപ നിങ്ങളുടെ കയ്യിലുണ്ട്.
നിങ്ങൾക്ക് ഷെയർസിന്റെ പൈസ 30 rupees ആണെങ്കിൽ, ബൈബാക്ക് പ്രൈസ് 30 rupees ആണെങ്കിൽ നിങ്ങൾക്ക് എത്ര ഷെയർസ് വാങ്ങിക്കാൻ പറ്റും? 2.4 ഷെയർസ്. 2.4 ഷെയർസ്. അവിടെ ഫേർണിച്ചർ എന്ന് പറഞ്ഞു, ഇവിടെ ഷെയർസ് എന്ന് പറഞ്ഞു. മക്കളെ ഇത് ഫോർമുലയാണോ? ഇത് ഫോർമുലയാണോ മക്കളെ? അല്ല, ഇത് ലോജിക്കാണ്. നിങ്ങൾ മനസ്സിലാക്കിയ കാര്യമാണ് മക്കളെ. ഇപ്പം പറഞ്ഞ കാര്യങ്ങളെ ഫോർമുലയിലേക്ക് വരാം. അതായത് ശ്രദ്ധിച്ചോ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പ്ലസ് ഫ്രീ റിസർവ്സ് ഇൻറ്റു 25%. ഓക്കെ, നിങ്ങൾക്ക് ഒരു എമൗണ്ട് കിട്ടും. അതാണ് 72 rupees ഡിവൈഡഡ് ബൈ ബൈബാക്ക് പ്രൈസ്. ബൈബാക്ക് പ്രൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പൈസ കാണോ നിങ്ങൾ ആ സാധനം വാങ്ങിക്കുന്നത്. നിങ്ങൾക്ക് എത്ര സാധനം വാങ്ങിക്കണമെന്ന് അറിയേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് എത്ര സാധനം വാങ്ങിക്കണമെന്ന് അറിയേണ്ടത്. അതായത് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടെങ്കിൽ 120 plus 168. മക്കളെ ഇവിടെ ഫ്രീ റിസർവ്സ് എന്ന് പറയുമ്പോൾ സെക്യൂരിറ്റീസ് പ്രീമിയം ഇൻക്ലൂഡഡ് ആണ്. അത് മറക്കരുത് നിങ്ങൾ. ഡിവൈഡഡ് ബൈ 30, that is equal to 120 plus 168 into 25% divided by 30, that is equal to 2.4. മക്കളെ 2.4 ഷെയർസ്. റിസോഴ്സ് ടെസ്റ്റ് പറയുന്നത് നിങ്ങൾക്ക് 2.4 ഷെയർസ് ബൈബാക്ക് ചെയ്യാം. നിങ്ങളോട് ഔട്ട്സ്റ്റാൻഡിംഗ് ടെസ്റ്റ് എന്താ പറയുന്നത്? 3 ഷെയർസ് ബൈബാക്ക് ചെയ്യാം. എന്ന് നമ്മൾ അടുത്ത് എന്താ ചെയ്യേണ്ടത്? തേർഡ് സ്റ്റെപ്പ്, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ടെസ്റ്റ്. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ടെസ്റ്റ്. ഫസ്റ്റ് ടെസ്റ്റിൽ നിങ്ങൾക്ക് 3 ഷെയർസ് കിട്ടി. രണ്ടാമത്തെ ടെസ്റ്റിൽ നിങ്ങൾക്ക് 2.4 ഷെയർസ് കിട്ടി. മക്കളെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ടെസ്റ്റ്. മക്കളെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ടെസ്റ്റ് എന്താ പറയുന്നത് വെച്ചാൽ ശ്രദ്ധിക്കും. ഡെപ്റ്റ് 2 ആണെങ്കിൽ ഇക്വിറ്റി 1 ആയിരിക്കണം. ഓക്കെ, ഡെപ്റ്റ് 1 ആണെങ്കിൽ ഡെപ്റ്റ് 2 ആണെങ്കിൽ ഇക്വിറ്റി 1 ആയിരിക്കണം. മക്കളെ മനസ്സിലാക്കേണ്ടത്, ഒരു ബൈബാക്ക് ഓഫ് ഷെയർസ് നടത്തുമ്പോൾ ഒരു കാലത്തും നമ്മുടെ ഡെപ്റ്റ് മാറൂല, ഇക്വിറ്റി മാത്രമേ മാറൂ. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ കുറയും. കാരണം ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇക്വിറ്റി കുറയും. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ട് ഡെപ്റ്റ് എത്രയാ നമുക്ക് എഴുതി വെക്കാം. ഡെപ്റ്റ് എത്രയാ? ഡെപ്റ്റ് 320 രൂപ. എത്രയാ ഡെപ്റ്റ്? 320 രൂപ. ഇക്വിറ്റി എത്രയാ? ഇതിനാ പറയാ പ്രസന്റ് ഇക്വിറ്റി. പ്രസന്റ് ഇക്വിറ്റി എന്ന് പറയുന്നത് 228. if I am right, 228. അതായത് 160 plus 168 plus 120. 168 plus 120, that is equal to എത്രയാ? 168 plus 120 എന്ന് പറയുന്നത് 288. സോറി, 288. മക്കളെ 288 ആണ് നമ്മുടെ പ്രസന്റ് ഇക്വിറ്റി. മക്കളെ ശ്രദ്ധിക്കുക, ഈ ഡെപ്റ്റ് മാറൂല എന്ന് ഉറപ്പാണ്. ഓക്കെ, ഇക്വിറ്റി ടു ബി മെയിൻറ്റെയിൻഡ്. ഇക്വിറ്റി എത്ര ഉണ്ടാവേണ്ടത്? ഡെപ്റ്റ് 320 ആണെങ്കിൽ ഇക്വിറ്റി ടു ബി മെയിൻറ്റെയിൻഡ് എന്ന് പറയുന്നത്, ഓക്കെ ശ്രദ്ധിച്ചോ, 320 ഡിവൈഡ് ബൈ 2, അതായത് 160. 320 ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 160. അതായത് 320 ഡെപ്റ്റ് ഉണ്ടെങ്കിൽ ഇക്വിറ്റി എത്രയായിരിക്കണം? 160 ആയിരിക്കണം. പകുതി. 2:1 റേഷ്യോ അല്ലേ? പകുതി. ഡെപ്റ്റ് 320 ആണെങ്കിൽ ഇക്വിറ്റി എത്രയായിരിക്കണം? 160 ആയിരിക്കണം. മക്കളെ മനസ്സിലായിക്കോ, ഇതൊക്കെ ഫണ്ടാണ്, റിസോഴ്സ് റിലേറ്റഡ് ആണ്. കാരണം എല്ലാം എമൗണ്ടാണ് നമുക്ക് തന്നത്. ഫസ്റ്റ് ടെസ്റ്റിൽ നമുക്ക് നമ്പർ ഓഫ് ഷെയർസ് ആണ് തന്നത്. ഇവിടെ എല്ലാം നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ എമൗണ്ട് ആണ് തന്നത്. നോക്കിയാട്ടെ, ശ്രദ്ധിച്ചോ, എല്ലാവരും ശ്രദ്ധിച്ചോ. ഇക്വിറ്റി 160. ഓക്കെ, പ്രസന്റ് ഇക്വിറ്റി എത്ര? 288. ഡെപ്റ്റ് എത്ര? 320. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 288 നിങ്ങൾ ഇക്വിറ്റി ഉണ്ട്. നിങ്ങൾക്ക് ഇക്വിറ്റി എത്രയാണ് വേണ്ടത്? 160 മതി. അതായത് 288 160 എത്തുന്നവരുടെ എമൗണ്ട് നിങ്ങൾക്ക് ബൈബാക്ക് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല. 288 160 എത്തുന്നവരുടെ എമൗണ്ട് ബൈബാക്ക് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് പ്രശ്നമില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ മാക്സിമം എമൗണ്ട് അവൈലബിൾ ഫോർ ബൈബാക്ക്. ഓക്കെ, മാക്സിമം amount available for buyback എന്ന് പറയുന്നത് 288 minus 160, that is equal to 128. എത്ര കിട്ടുന്നത്? 288 minus 160, that is equal to 128. മക്കളെ എങ്ങനെ കിട്ടുന്നത്? മാക്സിമം എമൗണ്ട് അവൈലബിൾ. ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇത് റിസോഴ്സ് എന്ന് പറഞ്ഞ എമൗണ്ട് ആണ്. നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു എന്റെ ബ്രദറിന്റെ കയ്യിൽ 288 rupees ഉണ്ട്. അതിൽ നിന്ന് 25% 72 rupees എനിക്ക് തരുന്നു. ഇത് റിസോഴ്സ് ആണ്, എമൗണ്ട് ആണ്. നമ്മൾ കണ്ടുപിടിക്കാൻ നമ്പർ ഓഫ് ഷെയർസ് ടു ബി ബോട്ട് ബാക്ക് ആണ്. നിങ്ങൾക്ക് മനസ്സിലായി? മാക്സിമം എമൗണ്ട് അവൈലബിൾ ഫോർ ബൈബാക്ക് എന്ന് പറയുന്നത് 128 ആണ്. നിങ്ങളുടെ എത്ര പൈസ ഉണ്ട്? ഇപ്പോ 128 രൂപ ഉണ്ട്. എത്രയുണ്ട്? 128 രൂപ.
ഓക്കെ. മാക്സിമം എമൗണ്ട് അവൈലബിൾ ഫോർ ബൈബാക്ക് എന്ന് പറയുന്നത് 128 രൂപയാണ് മക്കളെ. ദർ ഇസ് എ സ്മോൾ ചേഞ്ച്, എക്സാമ്പിൾ ആണ് സ്മോൾ ചേഞ്ച്. ഓക്കെ, എനിക്ക് ഒരു കൺസെപ്റ്റ് കറക്റ്റ് ആക്കണമെങ്കിൽ ഡെപ്റ്റ് ഞാൻ 456 എടുക്കാം. ഡെപ്റ്റ് മാത്രമേ മാറ്റുന്നുള്ളൂ, ഫസ്റ്റ് രണ്ട് ടെസ്റ്റ് ഒന്നും മാറേ ചെയ്യൂല. ഓക്കെ, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ടെസ്റ്റ് അതിന് മാറ്റിയിട്ട് 456. ഓക്കെ, 456. ഓക്കെ, 456 ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്നത് 228. 456 divided by 2, 228. ഓക്കെ മക്കളെ, ചെറുങ്ങനെ ഒരു ഡെപ്റ്റിന്റെ എമൗണ്ട് മാറ്റി 456 ആക്കി. അതിന്റെ ഇമ്പാക്ട് വേറെ എവിടെയും വരൂല. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ടെസ്റ്റ് എടുക്കുമ്പോൾ 2:1 ആണ് വേണ്ടത്. പ്രസന്റ് ഡെപ്റ്റ് എന്ന് പറയുന്നത് 456 ആണ്. പ്രസന്റ് ഇക്വിറ്റി എന്ന് പറയുന്നത് 288 ആണ്. ഇക്വിറ്റി ടു ബി മെയിൻറ്റെയിൻ എന്ന് പറഞ്ഞാൽ 228 ആയിട്ട് 456 ഡിവൈഡ് ബൈ 2. ഓക്കെ, മാക്സിമം എമൗണ്ട് അവൈലബിൾ ഫോർ ബൈബാക്ക് എന്ന് പറയുന്നത് മക്കളെ 288 നിങ്ങളുടെ ഇക്വിറ്റി ഉള്ളത്. നിങ്ങൾക്ക് 228 വരെ എത്തിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. ഓക്കെ, അതായത് നിങ്ങളുടെ കയ്യിൽ മാക്സിമം എമൗണ്ട് അവൈലബിൾ ഫോർ ബൈബാക്ക് എന്ന് പറയുന്നത് 60 rupees ആണ്. എത്രയാ? 60 rupees. നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ എത്രയല്ലേ? 60 rupees. ഈ 60 rupees കൊണ്ട് നിങ്ങൾക്ക് എത്ര ബൈബാക്ക് ചെയ്യാം? ഓക്കെ, നമ്പർ ഓഫ് ഷെയർസ് ദാറ്റ് ക്യാൻ ബി ബോട്ട് ബാക്ക്. Number of shares that can be bought back. Number of shares that can be bought back. That is equal to 60 divided by 30. അതായത് maximum amount available for buyback divided by buyback price. Maximum amount available for buyback divided by buyback price. എത്രയാണ്? 2 shares. എത്രയാണ് മക്കളെ കിട്ടുന്നത്? 2 shares. നിങ്ങൾ നോക്കിയാട്ടെ, debt equity ratio test 2 shares. Okay. Outstanding test resource test 2.4 shares. Outstanding test 3 shares. മക്കളെ, നമുക്ക് ഏതാണെന്നോ നമുക്ക് ബൈബാക്ക് ചെയ്യാൻ പറ്റാം 2 shares. മാക്സിമം നമ്പർ ഓഫ് ഷെയർസ് ദാറ്റ് ക്യാൻ ബി ബോട്ട് ബാക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 2 shares. കാരണം ലീസ്റ്റ് ഓഫ് ദി 3 ടെസ്റ്റ്. മക്കളെ, ഇതുവരെ എല്ലാവരും ഓക്കെ ആണോ? മക്കളെ, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ടെസ്റ്റിൽ ഓക്കെ, ഫസ്റ്റ് നിങ്ങളോട് പറയുന്നത് ഡെപ്റ്റ് എത്ര? 456. ഓക്കെ, പ്രസന്റ് ഇക്വിറ്റി 288. എങ്ങനെ കിട്ടിയത്? ഇക്വിറ്റി ആഡ് ചെയ്തു. ഓക്കെ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പ്ലസ് ഫ്രീ റിസർവ്സ്. പിന്നെ ഇക്വിറ്റി ടു ബി മെയിൻറ്റെയിൻഡ്. നിങ്ങൾ എത്ര ഇക്വിറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? പകുതി. ഡെപ്റ്റ് 2 ആണെങ്കിൽ ഇക്വിറ്റി 1 എന്നാ പറയുന്നത്. അന്നേരം അതിന്റെ അർത്ഥം ഇക്വിറ്റി പകുതി ആയിരിക്കണം. മക്കളെ, ഒരു ബൈബാക്ക് കൊണ്ട് ഡെപ്റ്റ് മാറൂല, അതുകൊണ്ട് നമ്മൾ അത് പകുതിയാക്കണം. എത്ര? 456 ഡിവൈഡ് ബൈ 2, ദാറ്റ് ഈസ് 228. മക്കളെ, നിങ്ങളുടെ ഇക്വിറ്റി 228 കുറയാൻ പറ്റൂല. കുറഞ്ഞാൽ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ മാറും. അതുകൊണ്ട് ഇക്വിറ്റി എന്ന് പറയുന്നത് 288 ഉള്ളത് 228 വരെ എത്തിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. അതായത് 288 മൈനസ് 228, 60 രൂപ. നമ്പർ ഓഫ് ഷെയർസ് അല്ല, 60 രൂപ നിങ്ങൾക്ക് എന്തിനു വേണ്ടി ഉപയോഗിക്കാം? ബൈബാക്കിന് വേണ്ടി ഉപയോഗിക്കാം. 60 രൂപ കൊണ്ട് നിങ്ങൾ എത്ര ബൈബാക്ക് ചെയ്യാൻ പോകുന്നത്? 2 ഷെയർസ്. മക്കളെ, ഇതിന്റെ ജേർണൽ എൻട്രി ഞാൻ പാസ് ചെയ്യുന്നു. ഓക്കെ സർ, എന്തിനാ ജേർണൽ എൻട്രി പാസ് ചെയ്യുന്നത്? എല്ലാത്തിനും റീസൺസ് ഉണ്ട്. ഞാൻ വെറുതെ ഒരു കാര്യങ്ങളും ചെയ്യൂല. ഓക്കെ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് 2 shares ആണ് 20. ഓക്കെ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്രയാണ്? 220. പ്രീമിയം പേയബിൾ ഓൺ ബൈബാക്ക് അക്കൗണ്ട്. ഓക്കെ മക്കൾ, നിങ്ങൾ ആരും ജേർണൽ എൻട്രി ഒന്നും പാസ് ചെയ്യേണ്ട. 2 into 10, 2 into 20. കാരണം 30 ആണ് ബൈബാക്ക് പ്രൈസ്. അന്നേരം അത്ര വരും? 40 വരും. ഓക്കെ, 2 ഇക്വിറ്റി ഷെയർസ് ബൈബാക്ക് അക്കൗണ്ട്. ഓക്കെ, എത്ര വരാം? 60 rupees. പിന്നെ ഇക്വിറ്റി ഷെയർസ് ബൈബാക്ക് അക്കൗണ്ട് up to equity shares buyback account up to bank. എത്രയാണ്? 60. ഓക്കെ മക്കളെ, ഒന്നും പറയുന്നില്ല. ഔട്ട് ഓഫ് ഫ്രീ റിസർവ്സ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യണം? റവന്യൂ റിസർവ് അക്കൗണ്ട് up to ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്. എത്ര എമൗണ്ട് ക്യാപിറ്റൽ റിഡംഷൻ റിസർവിൽ? 20. ഓക്കെ, പിന്നെ അത് മാത്രമല്ല സെക്യൂരിറ്റി റവന്യൂ റിസർവ് അക്കൗണ്ട് up to, കാരണം വേറെ റിസർവ് ഒന്നും പറയുന്നില്ല, P&L അക്കൗണ്ട് ബാലൻസ് ഒന്നും പറയുന്നില്ല. നമ്മൾ എന്ത് ചെയ്യണം? പ്രീമിയം പേയബിൾ ഓൺ ബൈബാക്കും ക്ലോസ് ചെയ്യണം. എത്ര എമൗണ്ട്? 40 rupees. മക്കളെ, ഈ ജേർണൽ എൻട്രീസിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാ? മക്കളെ, ഈ ജേർണൽ എൻട്രി കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ഒന്നും കൂടി ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പോകും. സർ, എന്തിനാ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ആവശ്യം? ഓക്കെ, ഞാൻ എന്നെ ക്വസ്റ്റ്യൻ ചോദിക്കും, ഞാൻ ആൻസർ പറയും. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ നിങ്ങൾ നോക്കിയാട്ടെ. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ നമുക്ക് അത്രേ ഉള്ളത്. ഓക്കെ, നമുക്ക് ഇവിടെ തന്നെ വേണമെങ്കിൽ പ്രിപ്പയർ ചെയ്യാം. ശ്രദ്ധിക്കാൻ മക്കളെ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ
ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 120 ഉള്ളത്. അതിൽ നിന്ന് 20 ബൈബാക്ക് ചെയ്തു. എന്നിട്ട് ബാലൻസ് എത്രയാണ്? 100. ഓക്കെ മക്കളെ, നെക്സ്റ്റ് ഉള്ളത് റവന്യൂ റിസർവ് ആണ്. റവന്യൂ റിസർവ് എന്ന് പറയുന്നത് നമുക്കുള്ളത് 168 ആണ്. 168ന് CRR ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ 20 ഉപയോഗിച്ചു. എന്നിട്ട് 20 തീർന്നു, -8. അതേപോലെ സെക്യൂരിറ്റീസ് പ്രീമിയം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി 40 ക്രിയേറ്റ് ചെയ്തു, 40 ഉപയോഗിച്ചു, അതും -8. ഓക്കെ, ദാറ്റ് ഈസ് 168 - 60, ദാറ്റ് ഈസ് 108. മക്കളെ പറയുന്ന മനസ്സിലാവുന്നുണ്ട് ഇതുവരെ? ശ്രദ്ധിക്ക്, 108 പിന്നെ ഒരു പുതിയ റിസർവ് വന്നിട്ടുണ്ട്. ഓക്കെ, റവന്യൂ റിസർവിന് പുറമെ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് എത്രയാ? 20. ഓക്കെ, ശ്രദ്ധിക്കാൻ വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാ, ജേർണൽ എൻട്രി വെച്ചിട്ട് തന്നെ പറയാം. മക്കളെ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ കുറച്ച് കാണിച്ചിട്ടുണ്ട്. ഇത് ആവശ്യമില്ല, ഇത് ആവശ്യമില്ല. ഓക്കെ, ഇതും ആവശ്യമില്ല. ബാങ്ക് അസറ്റ്സ് ആയിട്ടാണ്, അതിപ്പോ നമുക്ക് റെലവെന്റ് അല്ല. റവന്യൂ റിസർവ് ഡെബിറ്റ് ചെയ്തു, അതുകൊണ്ട് കുറച്ചിട്ടുണ്ട് നമ്മൾ 20 ഓൾറെഡി. ഇതും റവന്യൂ റിസർവ് ഡെബിറ്റ് ചെയ്തു, അതുകൊണ്ട് അതും കുറച്ചിട്ടുണ്ട്. പ്രീമിയം പേയബിൾ ഓൺ ബൈബാക്കിൽ അഡ്ജസ്റ്റ് ആയി. CRR എന്ന് പറഞ്ഞിട്ട് പുതിയ റിസർവ് വന്നു. ഓക്കെ, അതാണ് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, CRR 20. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഡെബിഞ്ചേഴ്സ്. ഡെബിഞ്ചേഴ്സിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഇല്ല. എത്രയാ? 456. 456. നോക്കിയാട്ടെ നിങ്ങള്, ഡെപ്റ്റ് 456, ഇക്വിറ്റി ഇത്ര. CRR എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി അല്ല മക്കളെ. CRR എന്ന് പറഞ്ഞാൽ വേറെ സ്പെസിഫൈഡ് റിസർവ് ആണ്. സ്പെസിഫൈഡ് റിസർവ് ആണ്, സ്പെഷ്യൽ റിസർവ് ആണ്. CRR എന്ന് പറഞ്ഞാൽ ഇക്വിറ്റിന് വരൂല. ഇക്വിറ്റി എന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പ്ലസ് ഫ്രീ റിസർവ്സ്, ഫ്രീ റിസർവ്സ്, ഫ്രീ റിസർവ്സ്. സർ നമുക്ക് നോക്കി നോക്കാം. അതായത് ഇക്വിറ്റി എന്ന് പറയുന്നത് 100 + 108, that is equal to 208. എത്രയാ ഡിഫറൻസ്? 228 അല്ലേ നമുക്ക് വേണ്ടത്. 20 rupees ഡിഫറൻസ്. എന്തുകൊണ്ട്? CRR ഉണ്ട്. CRR ഉണ്ട്. മക്കളെ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? സർ എന്നാൽ നമ്മൾ ചെയ്തത് തെറ്റാണ്. ആ തെറ്റാണ് മക്കളെ. നമ്മൾ പഠിച്ചത് തെറ്റാ. ആ നമ്മൾ പഠിച്ചത് തെറ്റാ. അതായത് നിങ്ങൾ നോക്കിയാട്ടെ, 456 ആണ് നിങ്ങളുടെ എന്തുള്ള ഡെപ്റ്റ് ഉള്ളത്. ഡിവൈഡഡ് ബൈ 208 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇക്വിറ്റി ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത് 2.19 കിട്ടും. മോർ ദാൻ 2 കിട്ടും. കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. സർ ഇത് എന്തുകൊണ്ടാണ് തെറ്റിയത്? ഇത് നമ്മൾ ഈ CRR കൺസിഡർ ചെയ്യാത്തതുകൊണ്ടാണ് നമ്മൾ തെറ്റിയത്. ഓക്കെ, CRR കൺസിഡർ ചെയ്യാത്തതുകൊണ്ടാണ് നമ്മൾ തെറ്റിയത്. സർ പിന്നെ ഈ സർ തെറ്റ് പഠിപ്പിച്ചെന്ന് വെച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഫോർമുല പഠിപ്പിച്ചിരുന്ന പോലെ. ഓക്കെ മക്കളെ ശ്രദ്ധിക്കുക എല്ലാവരും. നമ്മൾ ആകെ ചെയ്ത തെറ്റ് എന്ന് വെച്ചാൽ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ടെസ്റ്റ്. ഓക്കെ, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ടെസ്റ്റ് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. ഓക്കെ, ശ്രദ്ധിച്ചു. ഡെപ്റ്റ് 456. ഓക്കെ, എന്റെ കൂടെ തന്നെ കുറെ ആൾക്കാർ ഇപ്പൊ നോട്ട് ചെയ്തിട്ടുണ്ടാവും. നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്ട്രൈക്ക് ഓഫ് ചെയ്താൽ മതി ആ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ടെസ്റ്റ്. വേറെ പ്രശ്നമൊന്നുമില്ല. ഡെപ്റ്റ് 456. പ്രസന്റ് ഇക്വിറ്റി 288. എങ്ങനെ കിട്ടുന്നത്? 168 + 120. if I am right, അങ്ങനെയാണ്. 168 + 120. ആ ശരിയാണ്. 288. Equity to be maintained. എത്രയാ? 228. if I am right, 456 divided by 228. okay, equity to be maintained. മക്കളെ നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്? 288 ഇക്വിറ്റി ഉണ്ട്, ഇക്വിറ്റി ടു ബി മെയിൻറ്റെയിൻഡ് 228 ഉണ്ട്. നമ്മൾ ആ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ഡയറക്റ്റ് കിട്ടും, അല്ലെങ്കിൽ മാക്സിമം എമൗണ്ട് അവൈലബിൾ ഫോർ ബൈബാക്ക് കിട്ടും. ഇല്ല മക്കളെ, അതങ്ങ് അങ്ങനെ കിട്ടുന്നില്ല. എന്തുകൊണ്ടാ? അവിടെ CRR കോമ്പണന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യണം മക്കളെ. ഇക്വേഷൻ. ഓക്കെ, അതായത് ശ്രദ്ധിച്ചു എല്ലാവരും. let x be the. ഓക്കെ, എനിക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് കാര്യങ്ങൾ വെച്ചിട്ട് ഇക്വേഷൻ ഉണ്ടാക്കിയത്. let x be the amount to be transferred to CRR. let y be the maximum amount available for buyback. നമുക്ക് അറിയണം maximum amount എത്രയാണ്. maximum amount available for buyback. ഇത് തമ്മിൽ രണ്ട് റിലേഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് വെച്ചിട്ട് ചെയ്യുന്നത്.
ഇത് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി മാക്സിമം എമൗണ്ട് അവൈലബിൾ ഫോർ ബൈബാക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതോടെ നമുക്ക് ആൻസർ സോൾവ് ചെയ്യാനും പറ്റും. ഓക്കെ ആൻസർ സോൾവ് ചെയ്യാൻ പറ്റും. മക്കളെ ശ്രദ്ധിക്കുക, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്റെ ബ്രദർ എന്റെ കയ്യിൽ തന്നത് 72 രൂപ. എത്ര? 72 രൂപ. അതിന് പറയുന്ന പേരാണ് മാക്സിമം എമൗണ്ട് അവൈലബിൾ ഫോർ ബൈബാക്ക്. അത് ഡിവൈഡഡ് ബൈ അതുകൊണ്ട് 30 രൂപയുടെ സാധനം എത്ര വാങ്ങിക്കാൻ പറ്റും? 2.4 വാങ്ങിക്കാൻ പറ്റും. എത്ര വാങ്ങിക്കാൻ പറ്റും? 2.4 വാങ്ങിക്കാൻ പറ്റും. നിങ്ങൾ 2.4 വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് 2.4 ഷെയർസ് നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ CRRലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് 2.4 into face value. 2.4 into face value. Therefore, there is a relation between maximum amount available for buyback and CRR. Maximum amount available for buyback divided by buyback price into face value equal to CRR. Okay, so this maximum amount available for buyback y divided by buyback price. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഞാൻ ഓൾറെഡി പറഞ്ഞ എക്സാമ്പിളിൽ ഞാൻ നിങ്ങളോട് പറയുന്നുണ്ടായിരുന്നു into face value. കാരണം നമ്പർ ഓഫ് ഷെയർസ് ബോട്ട് ബാക്ക് into face value ആണ് എന്ത്? CRR. നമ്മൾ ഓൾറെഡി അത് പഠിച്ചതാണ്. നമ്പർ ഓഫ് ഷെയർസ് ബോട്ട് ബാക്ക് into എന്താണ്? ഫേസ് വാല്യൂ ആണ് എന്ത്? ഫേസ് വാല്യൂ, സോറി CRR. y divided by buyback price into face value equal to x. This is first equation. ശരിയല്ല മക്കളെ? നോക്കിയാട്ടെ, നേരത്തെ എക്സാമ്പിൾ പറഞ്ഞപ്പോ 72 ഡിവൈഡ് ബൈ 30 into 10 that is equal to എത്ര വരാം? 24. 2.4 ഷെയർസ് നിങ്ങൾ ബൈബാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 24 rupees CRRലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ശരിയാണ്. ഓക്കെ, പക്ഷെ നമുക്ക് ഇതിപ്പോ ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ. ഞാൻ അപ്പൊ തന്നെ റബ്ബ് ചെയ്ത്. സർ, ഒരു ഇക്വേഷൻ പോരാ, 2 ഇക്വേഷൻ വേണം. മക്കളെ, നമ്മൾ നേരത്തെ പറഞ്ഞത് പ്രസന്റ് ഇക്വിറ്റി മൈനസ് ഇക്വിറ്റി ടു ബി മെയിൻറ്റെയിൻഡ്, ഓക്കെ, മൈനസ് ഇക്വിറ്റി ടു ബി മെയിൻറ്റെയിൻഡ്. ഓക്കെ, അതാണ് നമുക്ക് ഫണ്ട് ഉള്ളത്. പക്ഷെ അത് വെച്ചിട്ട് നമ്മൾ ചെയ്തപ്പോ തെറ്റി. എന്തുകൊണ്ടാ തെറ്റിയത്? CRRന്റെ ഒരു എഫക്ട് അല്ലെ? എന്താ തെറ്റ്? നിങ്ങൾ നോക്കിയാട്ടെ, ഇവിടെ എന്താ ഡിഫറൻസ്? 20 rupees. ആ 20 rupees എന്താ? CRR. എന്താണ് CRR? പറയുന്നത് മനസ്സിലാകുന്നില്ല? നമ്മൾ നേരത്തെ ചെയ്ത സ്റ്റെപ്പില് നമുക്ക് ഇപ്പൊ ഡിഫറൻസ് എത്ര കിട്ടിയത്? 20 rupeesന്റെ ഡിഫറൻസ്. 228 ഇക്വിറ്റി വേണ്ടത് 208 ആയി. എന്തുകൊണ്ട്? ഇക്വിറ്റി കൊണ്ട്. എന്തുകൊണ്ട്? CRR കൊണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ പ്രസന്റ് ഇക്വിറ്റി മൈനസ് ഇക്വിറ്റി ടു ബി മെയിൻറ്റെയിൻഡ് മൈനസ് CRR. അതായത് CRR എന്ന് പറഞ്ഞാൽ എന്താ? X ഈക്വൽ ടു Y. ഇതാണ് സെക്കൻഡ് ഇക്വേഷൻ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ മാക്സിമം എമൗണ്ട് അവൈലബിൾ ഫോർ ബൈബാക്ക് എന്ന് പറയുന്നത് പ്രസന്റ് ഇക്വിറ്റി മൈനസ് ഇക്വിറ്റി ടു ബി മെയിൻറ്റെയിൻഡ് ആണ്. നിങ്ങൾ ആ CRR കൂടി കുറയ്ക്കും. CRR എന്തിനാ സാറേ കുറക്കുന്നത്? ആ CRR മക്കളെ ഡിഫറൻസ്. അതുകൊണ്ട് അത് കുറച്ചേ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് മാക്സിമം എമൗണ്ട് അവൈലബിൾ ഫോർ ബൈബാക്ക്. നിങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, എല്ലാവരും സെയിം ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, y എന്ന് പറയുന്ന മാക്സിമം എമൗണ്ട് അവൈലബിൾ ഫോർ ബൈബാക്ക്, അതായത് y by 30 into 10 equal to x. Therefore y is equal to 3x. ഇതാണ് ഇക്വേഷൻ നമ്പർ 1. y is equal to 3x. രണ്ടാമത്തത് ഓക്കെ, പ്രസന്റ് ഇക്വിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 288 മൈനസ് ഇക്വിറ്റി ടു ബി മെയിൻറ്റെയിൻഡ് എത്രയാ? 228. ഓക്കെ, if I am right, 228. ഓക്കെ, മൈനസ് 228 മൈനസ് x എന്ന് പറയുന്നത് എന്താണ്? x എന്ന് പറയുന്നത് നമുക്ക് അറിയില്ല, അതുകൊണ്ട് x തന്നെ എഴുതാം. ഓക്കെ, x ഈക്വൽ ടു y എന്ന് പറയുന്നത് നമുക്കറിയാം 3x ആണെന്ന്. ഓക്കെ, എത്രയോ x എന്ന് പറയുന്നത് y എന്ന് പറയുന്നത് 3x ആണെന്ന് അറിയാം. നമ്മൾ അത് എന്താ ചെയ്യുന്നത്? സബ്സ്റ്റിറ്റ്യൂട്ടിങ് 1 into. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ടിങ് 1 into. ഓക്കെ മക്കളെ, എന്ത് കിട്ടും നമുക്ക്? 60 equal to 4x. Therefore x equal to 1.5. 1.5 അല്ല, സോറി 15 ആണ്. 60 divided by 4 എന്ന് പറഞ്ഞാൽ 15. മക്കളെ, 15 എന്ന് പറയുന്നത് x എന്ന് പറഞ്ഞാൽ amount to be transferred to CRR. മക്കളെ, amount to be transferred to CRR ന്റെ ഫോർമുല എന്താ? number of shares bought back into face value. മക്കളെ, നമുക്ക് ഇവിടുന്ന് കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് ഷെയർസ് ടു ബി ബോട്ട് ബാക്ക് ആണ്. എന്ത് ചെയ്താൽ മതി?
x by 10 that is equal to 1.5 shares. എത്രയാ 1.5 shares. മക്കളെ നേരത്തെ നിങ്ങൾ ചെയ്തപ്പോൾ കിട്ടിയത് 2 shares ആണ്. ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയ എത്രയാ 1.5 shares. നിങ്ങൾ 1.5 shares ബൈബാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബൈബാക്ക് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ 2:1 തന്നെ ആയിരിക്കും. പിന്നെ വേറൊരു കോംപ്ലിക്കേഷനും ഇല്ല. നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഇവിടെ രണ്ട് ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത്, അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അപ്ലൈ ചെയ്യുന്നു. മക്കളെ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? മക്കളെ 1.5 ഷെയർസ്. ഓക്കെ, നമ്മൾ ബൈബാക്ക് ചെയ്യുന്ന നമുക്ക് ലീസ്റ്റ് എത്ര കിട്ടുക? 1.5 ഷെയർസ്. 1.5 ഷെയർസ്, 2.4 ഷെയർസ്, 3 ഷെയർസ്. ലീസ്റ്റ് എന്ന് പറയുന്നത് എത്രയാ? 1.5 ഷെയർസ് എടുക്കാം. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ആൻസർ ചെയ്യുക. സാധാ ജേർണൽ എൻട്രീസ്. മക്കളെ ഇനി നിങ്ങൾ ഒന്നും കൂടി ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ടെസ്റ്റ് ഒന്നും കൂടി നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ സെയിം കിട്ടും. അതായത് ഈ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ 2:1 ഇട്ടും തെറ്റൊന്നും ചെയ്യില്ല. ഞാൻ അത് എന്തിനാ പഠിപ്പിച്ചതെന്ന് വെച്ചാൽ, ഞാൻ ഈ ഡയറക്റ്റ് നിങ്ങളോട് ഈ ഫോമിലൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ വിചാരിക്കും സർ ഇതെന്താ പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി മറ്റെങ്ങനെ ചെയ്താൽ തെറ്റും, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് നമ്മുടെ കൺസെപ്റ്റ് അപ്രീസിയേഷൻ. അല്ലാണ്ട് ഞാനിപ്പോ CRR എന്തിനു കുറക്കുന്നത് എനിക്ക് പറയാൻ പറ്റൂല. CRR എന്തിനാ ഇവിടുന്ന് കുറക്കുന്നത് എനിക്ക് പറയാൻ പറ്റൂല. ഞാൻ ഇപ്പൊ പറയുമ്പോൾ നിങ്ങൾക്ക് ഓക്കെയാണ്, നിങ്ങൾക്ക് കൺവിൻസ്ഡ് ആവും ടു എ ലിമിറ്റഡ് എക്സ്റ്റെന്റ്. അത്രേ ഞാൻ പറയും. ശ്രദ്ധിക്കുക എല്ലാവരും. ഫസ്റ്റ് ടെസ്റ്റ്, സെക്കൻഡ് ടെസ്റ്റ്, തേർഡ് ടെസ്റ്റ്. ഓക്കെ, ഇതിന്റെ ലീസ്റ്റ് ആണ് എടുക്കേണ്ടത്. ഓക്കെ മക്കളെ ശ്രദ്ധിക്കൂ. ഇതിലൊരു നമ്പർ കിട്ടി, ഇതിലൊരു നമ്പർ കിട്ടി. ഓക്കെ, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ടെസ്റ്റിൽ നിങ്ങൾക്ക് ചിലപ്പോൾ 0 കിട്ടും, ചിലപ്പോൾ 0 കിട്ടും. മക്കളെ 0 കിട്ടിയെങ്കിൽ ലീസ്റ്റ് ഓഫ് ദി എബവ് എന്ന് പറഞ്ഞാൽ 0 ആണ്. ലീസ്റ്റ് ഓഫ് ദി എബവ് എന്ന് പറഞ്ഞാൽ 0 ആണ്. ആ കേസിൽ ബൈബാക്ക് ചെയ്യാൻ പറ്റൂല എന്ന് അർത്ഥം. ബൈബാക്ക് ചെയ്യാൻ പറ്റൂല എന്ന് അർത്ഥം. സർ എങ്ങനെ ഈ ലീസ്റ്റ് ഓഫ് ദി എബവ് വരാം? ഫോർ എക്സാമ്പിൾ 800 ആണ് എന്തുള്ളത്? ഡെപ്റ്റ് ഉള്ളത്. 800 ആണ് എന്തുള്ള ഡെപ്റ്റ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഇക്വിറ്റി എത്ര മെയിൻറ്റെയിൻ ചെയ്യണം? ഇക്വിറ്റി 400 മെയിൻറ്റെയിൻ ചെയ്യണം. ഇക്വിറ്റി എത്ര മെയിൻറ്റെയിൻ ചെയ്യണം? 400 മെയിൻറ്റെയിൻ ചെയ്യണം. നിങ്ങൾ നോക്കിയാട്ടെ, പകുതി 400. നിങ്ങൾ ഇവിടെ എത്ര ഡെപ്റ്റ് ഉള്ളത്? ഇക്വിറ്റി എത്രയാ ഉള്ളത്? 228 ഉള്ളത്. എത്രയാ ഉള്ളത്? സോറി 288. 288 ആണ് നിങ്ങളുടെ ഇക്വിറ്റി ഉള്ളത്. സർ 288 ഉള്ള ഇക്വിറ്റി ബൈബാക്ക് ചെയ്താൽ കുറേ ചെയ്യാ, കൂടൂല. നമുക്ക് മിനിമം ഇക്വിറ്റി വേണ്ടത് 400 ആണ്. അതൊന്നും ഇല്ല, പിന്നെന്ത് ചെയ്യാൻ പറ്റൂല? ബൈബാക്ക് ചെയ്യാൻ പറ്റും. പറയുന്ന മനസ്സിലാവുന്നില്ല? അധികം ലാസ്റ്റത്തെ ടെസ്റ്റ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ടെസ്റ്റിൽ ചിലപ്പോൾ നിങ്ങൾക്ക് 0 കിട്ടും. ബൈബാക്ക് ചെയ്യാൻ പറ്റൂല എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, നമ്മളെ നോട്ടിൽ ഓൾറെഡി ഇതൊക്കെ ഉണ്ട്. റിസോഴ്സ് ടെസ്റ്റ് വന്നിട്ടുണ്ട്. മക്കളെ ഇവിടെ ഫ്രീ റിസർവ്സ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം, ഇൻക്ലൂഡിങ് സെക്യൂരിറ്റീസ് പ്രീമിയം ആണ്. സെക്യൂരിറ്റീസ് പ്രീമിയം ഈ ചാപ്റ്ററിൽ ഫ്രീ റിസർവ്സ് എന്നാ പേര്. ഓക്കെ, പിന്നെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ടെസ്റ്റിന്റെ എന്താണെന്ന് വെച്ചാൽ എക്സ്പ്ലനേഷൻ ആണ്, അല്ലാണ്ട് നമുക്ക് അവിടെ ഒന്നും എഴുതാൻ പറ്റൂല. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കുക. അതിന്റെ നോട്ടാണ് ഞാൻ ഇവിടെ തന്നത്. ലെറ്റ് എക്സ് ബി ദ എമൗണ്ട് ട്രാൻസ്ഫർ ടു CRR. ലെറ്റ് വൈ ബി ദ എമൗണ്ട് ദാറ്റ് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഫോർ ബൈബാക്ക്. ഓക്കെ, ലെറ്റ് വൈ ബി ദി മാക്സിമം amount that can be utilized for buyback, അല്ലെങ്കിൽ maximum amount that can be utilized for buyback or maximum amount available for buyback. അങ്ങനെയും പറയാൻ വേണമെങ്കിൽ. ഓക്കെ, രണ്ട് വേർഡ് ആയാലും പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇക്വേഷൻ, സെക്കൻഡ് ഇക്വേഷൻ. ഓക്കെ, y is equal to present equity minus equity to be maintained minus x. y is equal to y by buyback price into face value. മക്കളെ ഈ ഫോമിലൊന്നും പഠിക്കണ്ട, പഠിച്ചതിന് എപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. ഇപ്പൊ ഞാൻ പാസ്സാകുന്ന ടൈമിലും ഞാൻ ചിലപ്പോൾ ഇത് ബൈഹാർട്ടാ പഠിക്കുക, കാരണം എനിക്കൊന്നും ആ ടൈം ഇത്ര നോളജ് ഇല്ല. എന്നാൽ ഞാൻ എന്ത് ചെയ്യും? ബൈഹാർട്ട് പഠിക്കും. ബൈഹാർട്ട് പഠിച്ചതിന് എക്സാം ആണ് എത്തിക്കുന്നത് നമ്മൾ ട്രാപ്പായി പോകും. എക്സ് ഏതാ എടുക്കേണ്ടത്, വൈ ഏതാ എടുക്കേണ്ടത് എന്നാണ് ഡൗട്ട്. അത് അറിഞ്ഞാലേ നമുക്ക് ബാക്കി ഇക്വേഷൻ ഉണ്ടാക്കും. ഇത് ബൈഹാർട്ട് പഠിച്ചതിന് നമ്മൾ പോകും. പക്ഷെ ഞാൻ പറയാല, ഞാൻ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ എക്സ് എന്തായിട്ട് എടുക്കും? amount to be transferred to CRR എടുക്കും. y എന്തെടുക്കും? maximum amount available for buyback എടുക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ y എന്തായിട്ട് എടുക്കും? amount to be transferred to CRR എടുക്കും. x എന്തായിട്ട് എടുക്കും? maximum amount available for buyback എടുക്കും. എനിക്ക് എങ്ങനെ എടുത്താലും പ്രശ്നമില്ല. എന്തുകൊണ്ടാണ്? കൺസെപ്റ്റ് ഇപ്പോൾ ഓക്കെ ആണ്. അതേപോലെ നിങ്ങൾക്കും കൺസെപ്റ്റ് ഓക്കെ ആവണം. വെറുതെ ബൈഹാർട്ട് പഠിക്കാൻ നിൽക്കണ്ട, വെറുതെ ബൈഹാർട്ട് പഠിക്കാൻ നിൽക്കണ്ട. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇപ്പൊ നമ്മുടെ കൺസെപ്റ്റ് ഓറിയന്റഡ് ബൈബാക്ക് ഓഫ് ഷെയർസ് എന്ന് പറയുന്ന ചാപ്റ്റർ മൊത്തമായിട്ട് കഴിഞ്ഞു. മക്കളെ ഞാനിപ്പോ പറഞ്ഞ എക്സാമ്പിൾ റിലേറ്റഡ് ടു ക്വസ്റ്റ്യൻ നമ്പർ 16 ആണ്. ഹോംവർക്ക് ആണ്. ഓക്കെ, ഹോംവർക്ക് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 16 ആണ് ഞാൻ പറഞ്ഞത്. മക്കൾ ഇവിടെ സിറ്റുവേഷൻ 1 ഉണ്ട് 2 ഉണ്ട്. ഓക്കെ, അവിടെ ഇക്വിറ്റി സെയിം ആണ്. ഓക്കെ, രണ്ട് സിറ്റുവേഷനിലും ഇക്വിറ്റി സെയിം ആണ്, പക്ഷെ ഡെപ്റ്റ് മാറുന്നു രണ്ട് സിറ്റുവേഷനിൽ.
ഓക്കെ. എന്നിട്ട് നമ്മളോട് പറയാണ് the company has offered a buyback price of ₹30 per share. You are required to calculate, നമ്മളാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, maximum permissible number of equity shares that can be bought back in both situations. Also required to pass necessary journal entry. മക്കളെ May 2017 ഓൾഡ് സിലബസിൽ 8 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 4 ജേർണൽ എൻട്രി പിന്നെ ഈ ഇക്വേഷൻ, ഇത്രയേ ഉള്ളൂ. 8 മാർക്ക്. നിങ്ങൾക്ക് എത്ര വേർത്തുണ്ടോ എന്ന് അറിയില്ല, എനിക്ക് വല്ലാണ്ട് വേർത്താം. 8 മാർക്സ്. ഓക്കെ മക്കളെ, ഈ ക്വസ്റ്റ്യൻ ചെയ്യണം. കാരണം ഞാൻ എമൗണ്ട് മാറ്റിയിട്ടുണ്ട്. ഡെപ്റ്റിന്റെ എമൗണ്ട് 3200 എന്നുള്ളത് ഞാൻ 456 ആക്കിയിട്ടുണ്ട്. ഞാൻ എല്ലാം 0 കുറച്ചേന്നാവുള്ളൂ. ഓക്കെ, നിങ്ങൾ ഈ പ്രോബ്ലം ഹോംവർക്ക് ആയിട്ട് ചെയ്യണം മക്കളെ. ജസ്റ്റ് കാൽക്കുലേഷൻ ചെയ്താൽ മതി ഹോംവർക്ക് ആയിട്ട്. ജേർണൽ എൻട്രി എന്ന് ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി പറയുന്നില്ല, ബട്ട് പ്രാക്ടീസ് ചെയ്യൂ. ഓക്കെ, നിങ്ങൾക്ക് എത്രത്തോളം പഠിക്കണം അത്രത്തോളം നിങ്ങൾ പ്രാക്ടീസ് ചെയ്തോ. നിങ്ങൾ ഇപ്പോഴത്തെ ബിസി ഷെഡ്യൂൾ കാരണം ഞാൻ അങ്ങനെ പറയുന്നത്. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യാം, കാൽക്കുലേഷൻ മാത്രം ചെയ്തു. ഓക്കെ, പിന്നെ എനിക്കൊരു ടിപ്സ് പറയാനുള്ളത്, ഒരു ടിപ്സ്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഫസ്റ്റ് വൺ, ഔട്ട്സ്റ്റാൻഡിംഗ് ടെസ്റ്റ് 10 ഷെയർസ് ആൻസർ കിട്ടിയത്. ഓക്കെ, രണ്ടാമത്തെ റിസോഴ്സ് ടെസ്റ്റ് 8 ഷെയർസ്. ഓക്കെ, മൂന്നാമത്തത് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ടെസ്റ്റ് 12 ഷെയർസ്. 12 ഷെയർസ് മക്കളെ. 8, 10, 12. അതായത് മിനിമം എത്ര വരുന്നത് റിസോഴ്സ് ടെസ്റ്റ്. മക്കളെ ഞാൻ പറയുന്നത് വെച്ചാൽ എല്ലാവരും ശ്രദ്ധിച്ചോ. നമ്മൾ ഈ ഇക്വേഷൻ പറഞ്ഞില്ലേ, ഇപ്പൊ XY എന്നുള്ള ഇക്വേഷൻ പറഞ്ഞത്, XY എന്ന് പറയുന്ന ഇക്വേഷൻ അപ്ലൈ ചെയ്യേണ്ടത് നമ്മളെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോയിലുള്ള നമ്പർ മിനിമം ആണെങ്കിലാണ്. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോയിലെ നമ്പർ മിനിമം ആണെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആ XY ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് പഠിപ്പിച്ചു തന്നിട്ടില്ല, തെറ്റായിട്ട് പഠിപ്പിച്ചു തന്നിട്ടില്ലേ. അതായത് പ്രസന്റ് ഇക്വിറ്റി മൈനസ് ഇക്വിറ്റി ടു ബി മെയിൻറ്റെയിൻഡ് ആണ് നിങ്ങൾക്ക് മാക്സിമം എമൗണ്ട് അവൈലബിൾ ഫോർ ബൈബാക്ക്. അത് വെച്ചിട്ട് ചെയ്താലും ആൻസർ കിട്ടും. മക്കളെ മനസ്സിലായത് ഇപ്പൊ പറഞ്ഞത്? അതായത് ശ്രദ്ധിക്ക്, അതായത് നിങ്ങൾ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഇല്ലാന്ന് നിങ്ങൾക്ക് ഇപ്പൊ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ടെസ്റ്റിൽ എത്ര കിട്ടിയത്? 12 അല്ലേ കിട്ടിയത്. മിനിമം ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ടെസ്റ്റിലല്ല കിട്ടിയത്, 8 റിസോഴ്സ് ടെസ്റ്റ് ആയിട്ട്. ചിലപ്പോൾ ഔട്ട്സ്റ്റാൻഡിംഗ് ടെസ്റ്റ് കിട്ടും, ചിലപ്പോൾ റിസോഴ്സ് ടെസ്റ്റ് കിട്ടും, വാട്ട് എവർ. ഇത് രണ്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ആ XY എന്നുള്ള ഇക്വേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, നോട്ട് റിക്വയർഡ്. അല്ലാണ്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടും. സർ അന്നേരം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രസന്റ് ഇക്വിറ്റി മൈനസ് ഇക്വിറ്റി ടു ബി മെയിൻറ്റെയിൻഡ്, അതാണ് Y. ഓക്കെ, അതാണ് Y ആ സിറ്റുവേഷൻ. ഓക്കെ, അല്ലെങ്കിൽ ശ്രദ്ധിക്ക്. നിങ്ങൾ ഇപ്പൊ ഒന്നും കേട്ടിട്ടില്ല. ഓക്കെ, ശ്രദ്ധിച്ചോ. ഏത് അങ്ങനൊന്നുമില്ല. എല്ലാ സിറ്റുവേഷനിലും എന്ത് ചെയ്തോ, X ഉം Y ഉപയോഗിച്ചു. പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്തു മക്കളെ, എല്ലാ സിറ്റുവേഷനിലും X ഉം Y ഉപയോഗിച്ചു. ഓക്കെ, നിങ്ങൾ ട്രാപ്പ് ആക്കണം, നിങ്ങളെ ഡൗട്ട് വരണ്ട. 2 സ്റ്റെപ്പ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഓക്കെ, പ്രശ്നമില്ല. വിട്ട്. ഓക്കെ, പറയുന്നത് മനസ്സിലായിക്കോ. എല്ലാ കേസിലും X ഉം Y എല്ലാം വെച്ചിട്ട് ചെയ്തു. നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 5. ഓക്കെ, അത് നിങ്ങൾ ചെയ്യേണ്ടതാണ്, ഞാൻ ചെയ്യൂല. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. പി ലിമിറ്റഡ് എ നോൺ ലിസ്റ്റഡ് കമ്പനി. ഓക്കെ, നോൺ ലിസ്റ്റഡ് കമ്പനി കണ്ടിട്ട് നിങ്ങൾ പഠിക്കേണ്ട എല്ലാ കമ്പനിക്കും ബൈബാക്ക് ചെയ്യാം. ഓക്കെ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്രയേ ഉള്ളത്? 330. റിസർവ്സ് ആൻഡ് സർപ്ലസ്, ജനറൽ റിസർവ്, സെക്യൂരിറ്റീസ് പ്രീമിയം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. മക്കളെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് റിസർവ് അതൊരു ഫ്രീ റിസർവ് അല്ല, മക്കളെ മനസ്സിലാക്കണേ. ലോൺ ഫണ്ട് 1800. The shareholders of P Limited, on the recommendation of their board of directors, have approved on 12/9/2011 took a proposal to buy back the maximum permissible number of equity shares considering the large surplus funds available at the disposal of the company. കമ്പനിയുടെ കയ്യിൽ കുറെ പൈസ ഉണ്ട്, അതുകൊണ്ട് കമ്പനി എന്ത് പ്ലാൻ ചെയ്തു? ബൈബാക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്തു. കഥയാ പറയുന്നത്, വിട്ടേ, അതൊന്നും ഒഴിവാക്കിയ.
മാക്സിമം പെർമിസിബിൾ നമ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? റിസോഴ്സ് ടെസ്റ്റ്, ഔട്ട്സ്റ്റാൻഡിംഗ് ടെസ്റ്റ്, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ടെസ്റ്റ്. The prevailing market value of the company share is 25. ഇപ്പൊ ഷെയറിന്റെ വാല്യൂ മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 25 രൂപയാണ്. ഫേസ് വാല്യൂ 10 രൂപ. ഓക്കെ, 25 രൂപയാണ് മാർക്കറ്റ് പ്രൈസ്. ആൻഡ് ഇൻ ഓർഡർ ടു ഇൻഡ്യൂസ് ദി എക്സിസ്റ്റിംഗ് ഷെയർഹോൾഡേഴ്സിനെ ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആകർഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് ടു ഓഫർ their shares for buyback. It was desired to offer a price of 20% over market. അതായത് 25% പ്ലസ് 25 അതിന്റെ മേലെ 25 രൂപന്റെ മേലെ. ഓക്കെ, 25 രൂപ പ്ലസ് 25 റുപ്പീസിന്റെ 20%, ദാറ്റ് ഈസ് ഈക്വൽ 30 റുപ്പീസ് വരും. 25 രൂപ മാർക്കറ്റ് പ്രൈസ് ഉള്ള ഷെയർസ് 30 രൂപക്ക് ബൈ ബാക്ക് ചെയ്യുന്നു. ഓക്കെ, ആകർഷിക്കാൻ വേണ്ടിട്ട് എക്സ്ട്രാ പൈസ കൊടുക്കുന്നത്. എന്തായാലും 10 രൂപ എന്താണ് ഫേസ് വാല്യൂ, 20 രൂപ പ്രീമിയം. ഓക്കെ, മാർക്കറ്റ് പ്രൈസ് ഒന്നും വലിയ സംഭവമല്ല. You are also informed that the infrastructure development reserve is created to satisfy income tax requirements. Specific reserve ആണ്, അതായത് ഫ്രീ റിസർവ് അല്ല, പറയണ്ട, അല്ലെങ്കിൽ നമുക്കറിയാം. You are required to compute the maximum number of shares that can be bought back in the light of the above information. മേലത്തെ ഇൻഫർമേഷൻ പ്രകാരം നിങ്ങൾ എന്ത് ചെയ്യണം? maximum number of shares that can be bought back കണ്ടുപിടിക്കണം. And also under a situation where the loan funds of the company were either 1,200 crores or 1,500 crores. മക്കളെ, നമുക്ക് ഓൾറെഡി തന്നത് 1800 ആണ് ലോണ്. ഓക്കെ, എന്നിട്ട് സിറ്റുവേഷൻ 2, 3 എന്ന് പറഞ്ഞിട്ട് സിറ്റുവേഷൻ 1, 2, 3 3 സിറ്റുവേഷൻ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം എത്ര ബൈബാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, രണ്ടാമത്തെ മൂന്നാമത്തെ സിറ്റുവേഷൻ എന്താ? ലോൺ ഫണ്ട് 1200 എന്ന് പറയുന്നത്, 1200, 1500. Assuming that the entire buyback is completed by 9/12/2011, show the accounting entries in the books, in the company's books in each situation. ഓരോ സിറ്റുവേഷനിലും ജേർണൽ എൻട്രി പാസ് ചെയ്യണം. ഓരോ സിറ്റുവേഷനിലും ജേർണൽ എൻട്രി പാസ് ചെയ്യണം. മക്കളെ, ഒന്നുമില്ല, ഞാനിപ്പോ എന്താണോ പഠിപ്പിച്ചാൽ അത് തന്നെയാ ചെയ്യേണ്ടത്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഡെപ്റ്റ് ഇങ്ങനെ സിറ്റുവേഷൻ 1, 2, 3 വരുമ്പം ഔട്ട്സ്റ്റാൻഡിംഗ് ടെസ്റ്റും റിസോഴ്സ് ടെസ്റ്റും മാറൂല. ആകെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ടെസ്റ്റ് ആണ് 3 സിറ്റുവേഷനും വേറെ വേറെ ആൻസർ വരാം. ബാക്കി എല്ലാത്തിനും സെയിമാ. ഔട്ട്സ്റ്റാൻഡിംഗ് ടെസ്റ്റും റിസോഴ്സ് ടെസ്റ്റിലും ഒരു വട്ടം കണ്ടുപിടിച്ചാൽ മതി. ബട്ട് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ടെസ്റ്റ് 3 സിറ്റുവേഷനിൽ കണ്ടുപിടിക്കണം. മക്കളെ, സ്റ്റാർട്ട് ചെയ്തു ചെയ്യാൻ. സ്റ്റാർട്ട് ചെയ്തു മക്കളെ. അതായത് സ്റ്റേറ്റ്മെന്റ് ഡിറ്റർമിൻ ദ മാക്സിമം നമ്പർ ഓഫ് ഷെയർസ് ടു ബി ബോട്ട് ബാക്ക്. ഇങ്ങനെ ഞാൻ എന്ത് ചെയ്തു? സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്തു. അതിനുശേഷം ജസ്റ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ടെസ്റ്റ്, റിസോഴ്സ് ടെസ്റ്റ്, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ടെസ്റ്റിന് പേര് എഴുതി വെച്ചു. ഓക്കെ, അതിന്റെ റിസൾട്ട് എഴുതാൻ വേണ്ടിയിട്ട്. പിന്നെ 3 സിറ്റുവേഷൻ. when the loan fund is 1,800 crores, 1,200 crores, 1,500 crores. ഞാൻ അടുത്ത താഴേക്ക് പോകുന്നത്. ഓക്കെ, ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കാണ്ട്. ഫസ്റ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ടെസ്റ്റ്. മക്കളെ, ഔട്ട്സ്റ്റാൻഡിംഗ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻറ്റു 25%. ഞാൻ ഇവിടെ ഫോമിൽ എഴുതുന്നില്ല, ടൈം ഇല്ലാത്തതുകൊണ്ട്. 33 into 25%. 33 എന്ന് പറയുമ്പോൾ എങ്ങനെയാ? 330 ആണ്. 330 crores ആണ് നിങ്ങളുടെ നമ്പർ ഓഫ് ഷെയർ ക്യാപിറ്റൽ ഡിവൈഡ് ബൈ 10, 33 crores into 25% എന്ന് പറയുമ്പോൾ എത്രയാ? 8.25 crores. റിസോഴ്സ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പ്ലസ് ഫ്രീ റിസർവ്സ് ഡിവൈഡഡ് ബൈ ബൈബാക്ക് പ്രൈസ് ഇൻറ്റു 25%. ഇത് ഫോർമുല ആയിട്ട് നമുക്കറിയാം, കൺസെപ്റ്റ് ആയിട്ട് നമുക്കറിയാം. മക്കളെ, നിങ്ങൾ ആഡ് ചെയ്യുക, നിങ്ങൾക്ക് കിട്ടും. റിസോഴ്സ് എന്ന് പറയുന്നത് 750, 750 into 25% divided by 30 എന്ന് പറയുമ്പോൾ 6.25 shares. ഫസ്റ്റ് ടെസ്റ്റിൽ നിങ്ങൾക്ക് കിട്ടിയ 8.25 shares, സെക്കൻഡ് ടെസ്റ്റിൽ 6.25 shares. മക്കളെ, ഈ ഫസ്റ്റ് 2 ടെസ്റ്റിൽ നിങ്ങൾക്ക് എല്ലാ സിറ്റുവേഷനിലും ആൻസർ സെയിം ആയിരിക്കും. ഓക്കെ, അതായത് 1, 2, 3 8.25 മാറും ചെയ്യില്ല. 6.25, 6.25, 6.25 അതും മാറൂല. ഇതൊരു സ്റ്റാൻഡർഡൈസ്ഡ് ആൻസർ ആണ്. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മെറ്റീരിയൽ ഇങ്ങനെ ആൻസർ ഉള്ളത്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇതും നമുക്ക് സ്പീഡായിട്ട് ചെയ്യാൻ പറ്റും ടു എ ലിമിറ്റഡ് എക്സ്റ്റെന്റ്. ശ്രദ്ധിക്കും. നെക്സ്റ്റ്, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ടെസ്റ്റ്. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ടെസ്റ്റ് സിറ്റുവേഷൻ 1, സിറ്റുവേഷൻ 2, സിറ്റുവേഷൻ 3. സിറ്റുവേഷൻ 1 എന്ന് പറയുമ്പോൾ ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയാ? 1,800 crores, 1,200 crores, 1,500 crores. മക്കളെ, പ്രസന്റ് ഇക്വിറ്റി അത് മാറേ ചെയ്യൂല. എല്ലാ സിറ്റുവേഷനിലും 750 തന്നെയാണ്. ഇക്വിറ്റി മാറൂല. ഇക്വിറ്റി ടു ബി മെയിൻറ്റൈൻഡ് എന്ന് പറയുന്നത് ഡെപ്റ്റിന്റെ പകുതി. അതാ ഡെപ്റ്റ് 1800 ആണെങ്കിൽ 900 വേണം ഡെപ്റ്റ് ഇക്വിറ്റി ടു ബി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഡെപ്റ്റ് 1,200 ആണെങ്കിൽ 600, ഡെപ്റ്റ് 1,500 ആണെങ്കിൽ 750. ഓക്കെ മക്കളെ, എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ നോക്കിയാട്ടെ, 900 ഇക്വിറ്റി ടു ബി മെയിൻറ്റെയിൻഡ്. അവർ ഇക്വിറ്റി എത്രയാ? 750. അതായത് ഇക്വിറ്റി കൂടുതലാ വേണ്ടത്. ഈ ബൈബാക്ക് ചെയ്യാൻ പറ്റൂല. മാക്സിമം എമൗണ്ട് അവൈലബിൾ ഫോർ ബൈബാക്ക് 0. ഓട്ടോമാറ്റിക്കലി എന്താവും?
നമ്പർ ഓഫ് ഷെയർസ് ദാറ്റ് ക്യാൻ ബി ബോട്ട് ബാക്കും 0. ഓക്കെ, ശ്രദ്ധിക്കും. രണ്ടാമത്തെ സിറ്റുവേഷൻ അവിടെ വെക്കും. മൂന്നാമത്തെ സിറ്റുവേഷൻ നോക്കിയാട്ടെ. ഡെപ്റ്റ് വേണ്ടത് ഇക്വിറ്റി വേണ്ടത് 750, ഇക്വിറ്റി ഉള്ളതും 750. മക്കളെ ബൈബാക്ക് ചെയ്താൽ കുറേ കുറയും. കുറഞ്ഞ ഡെപ്റ്റ് എന്താവും 2:1 കൂടുതലാവൂലേ? അതുകൊണ്ട് ആ സിറ്റുവേഷനിൽ എന്ത് ചെയ്യാൻ പറ്റൂല, ബൈബാക്ക് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ അവിടെയും ഹൈഫൺ ഇട്ട്. ചില കുട്ടികൾ ക്വസ്റ്റ്യൻ വായിക്കും വിചാരിക്കും, അതായത് പാസ് ജേർണൽ എൻട്രീസ് ഫോർ ഓൾ ദ അബവ് സിറ്റുവേഷൻസ്. മക്കളെ ഈ രണ്ട് സിറ്റുവേഷനിൽ ജേർണൽ എൻട്രി ഇല്ല, ആ ഒരു സിറ്റുവേഷനിൽ ജേർണൽ എൻട്രി ഉള്ളൂ. അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. മക്കളെ ശ്രദ്ധിക്ക്. Let X be the amount transferred to CRR. ഞാൻ കൺഫ്യൂഷൻ ആക്കുന്നില്ല, ഞാൻ മാറ്റുന്നില്ല, ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞത് തന്നെ ഫോക്കസ് ചെയ്യും. പക്ഷെ നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കരുത്. ഓക്കെ, let Y be maximum amount available for buyback. നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മെറ്റീരിയലും ചിലപ്പോൾ ഡിഫറെന്റ് ആയിട്ട് ഉണ്ടാവുക, എക്സും വൈയും, ബട്ട് സ്റ്റിൽ ആൻസർ സെയിം ആയിരിക്കും. എക്സും വൈയും ഡിഫറെന്റ് ആയിട്ടുള്ള എടുത്തിട്ടുണ്ടാവും, ബട്ട് സെയിം ആൻസർ ആയിരിക്കും. ശ്രദ്ധിക്ക്. ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മുടെ ഫോർമുല y divided by buyback price. ബൈബാക്ക് പ്രൈസ് എത്രയാ? 30 rupees into 10 is equal to x. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. ഇത് ഇക്വേഷന്റെ നെറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് y is equal to 3x. ഇതാണ് ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ നമ്പർ 2 എന്ന് പറയുന്നത് പ്രസന്റ് ഇക്വിറ്റി. പ്രസന്റ് ഇക്വിറ്റി എന്ന് പറയുന്നത് എത്രയാ? 750. 750 minus 160 minus x equal to y. That is equation number 2. Equation 1 2 ലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ, ഓക്കെ, മാത്തമാറ്റിക്സ് അറിയാം നിങ്ങൾക്ക്. ഓക്കെ, 1 into സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ, അതായത് ഇത് 600 ആണ്. ഓക്കെ, 750 minus 600 ആണ്. You will get 150 minus x, okay, equal to 3x. കാരണം y is equal to 3x എന്നാ പറയും. Therefore x equal to 150 divided by 4. 150 is equal to 4x എന്ന് കിട്ടി. അതിനുശേഷം x equal to 150 by 4. 150 divided by 4, that is equal to 150 divided by 4 എന്ന് പറയുമ്പോൾ 37.5. 37.5. മക്കളെ x എന്ന് പറഞ്ഞ amount to be transferred to CRR ആണ്. ഓക്കെ, ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, y കണ്ടുപിടിക്കുക. y is equal to 3x ആണ്. 3 into 37.5. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്ത മക്കളെ. That is equal to 112.5. Okay, 112.5. That is maximum amount available for buyback. 112.5. Okay, number of shares that can be bought back എന്ന് പറയുമ്പോൾ, അതായത് ഇത് നമ്മൾ a എന്ന് കൊടുക്കുന്നുണ്ടെങ്കിൽ a by 30. 30 എന്ന് പറഞ്ഞാൽ എന്താ? ബൈബാക്ക് പ്രൈസ് ഡിവൈഡ് ബൈ 30 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടും 3.75. അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ amount to be transferred to CRR കണ്ടുപിടിച്ചില്ലേ, അവിടുന്ന് ഡിവൈഡ് ബൈ 10 ചെയ്താൽ നിങ്ങൾക്ക് 3.75 കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇവിടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡിവൈഡ് ബൈ 10 ചെയ്ത് 3.75 കിട്ടും. കാരണം amount to be transferred to CRR എന്ന് പറയുന്നത് എന്താ? നമ്പർ ഓഫ് ഷെയർസ് ദാറ്റ് ബോട്ട് ബാക്ക് ഇൻടു ഫേസ് വാല്യൂ. നമ്മൾ അങ്ങനെയല്ലേ ചിന്തിക്കണം. ഓക്കെ, 3.75. മക്കളെ ആൻസർ കിട്ടി. എത്രയാണ് നമുക്ക് ബൈബാക്ക് ചെയ്യാൻ പറ്റുന്നത്? 3.75. നിങ്ങൾ എന്ത് ചെയ്യാം, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ടെസ്റ്റിൽ ഇവിടെയും നില്ല് കൊടുക്കുക. ഇവിടെ 3.75. എന്നിട്ട് അടുത്തത് അതിന്റെ താഴെ മാക്സിമം നമ്പർ ഓഫ് ഷെയർസ് that can be bought back. മക്കളെ list of 1 2 3 list of 1 2 3 അല്ലെങ്കിൽ ABC whatever. ഇവിടെ 0, ഇവിടെ ബൈബാക്ക് ചെയ്യാൻ പറ്റില്ല. ഇവിടെ 3.75. ഓക്കെ, ഇവിടെ 0. നിങ്ങൾ നോക്കിയാൽ ഇതാണ് ആൻസർ കിട്ടിയത്. നിങ്ങൾക്ക് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ടെസ്റ്റിന്റെ ആൻസർ ആണ് കിട്ടിയത്. ഓക്കെ, ഏത് കിട്ടിയാലും നമുക്ക് പ്രശ്നമില്ല. ഒന്ന് ചിന്തിക്കട്ടെ, ഏത് കിട്ടിയാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. പറയുന്ന മനസ്സിലാകുന്ന മക്കളെ ഒന്ന് ആൻസർ കോപ്പി ചെയ്ത് വെച്ചോ. ഇതാ ആൻസർ 3.75 ഷെയർസ്. മക്കളെ ജേർണൽ എൻട്രി സെയിം ആണ്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അപ്പ്, പ്രീമിയം പേയബിൾ ഓൺ ബൈബാക്ക് അക്കൗണ്ട് അപ്പ് ടു ഇക്വിറ്റി ഷെയർസ് ബൈബാക്ക് അക്കൗണ്ട്, ഇക്വിറ്റി ഷെയർസ് ബൈബാക്ക് അക്കൗണ്ട് അപ്പ് ടു ബാങ്ക്. പിന്നെ അടുത്ത ജേർണൽ എൻട്രി എന്താ? സെക്യൂരിറ്റീസ് പ്രീമിയം അല്ലെങ്കിൽ റവന്യൂ റിസർവ് അക്കൗണ്ട് അപ്പ് ടു അല്ലെങ്കിൽ ഫ്രീ റിസർവ് അക്കൗണ്ട് അപ്പ് ടു പ്രീമിയം പേയബിൾ ഓൺ ബൈബാക്ക് അക്കൗണ്ട്, പിന്നെ ഫ്രീ റിസർവ് അക്കൗണ്ട് അപ്പ് ടു CRR അക്കൗണ്ട്. ഓക്കെ, മക്കളെ ഇതൊക്കെ ജേർണൽ എൻട്രി സിമ്പിൾ ആണ്, സെയിം തന്നെ. നിങ്ങൾ ഇതിപ്പോ കോപ്പി മക്കളെ ഫോർമുല എഴുതണേ എക്സാമിന്. അതായത് നമ്പർ ഓഫ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻടു CRR എന്നല്ല, നമ്പർ ഓഫ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻടു 25% എന്നല്ല. ഓക്കെ,
ഓക്കെ. ഒരാൾ എന്നോട് ചോദിക്കുന്നുണ്ട്, സർ ഇതേപോലത്തെ ക്വസ്റ്റ്യൻ എക്സാമിന് വരും? ഇതന്നെ വരും മക്കളെ, പക്ഷെ സിറ്റുവേഷൻ 1 2 3 ഒന്നും ഉണ്ടാവില്ല, 1 2 ആണ്. 1 2 3 എല്ലാം ഉണ്ടാകുമ്പോൾ കുറെ ടൈം എടുക്കും, അവർക്ക് അറിയാം. അതുകൊണ്ട് 2 അല്ല വരും, 2 അല്ല വരും. ഓക്കെ മക്കളെ, കാൽക്കുലേഷൻ ഇതാ. കാൽക്കുലേഷൻ ഓക്കെ. പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ 7. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 7 ഞാൻ ഇപ്പൊ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മക്കളെ ക്വസ്റ്റ്യൻ നമ്പർ 7 ഡെബിറ്റേഴ്സ് ഉണ്ട്, അൺസെക്യൂർഡ് ലോൺ ഉണ്ട്, കറന്റ് മെച്യൂരിറ്റീസ് ഓഫ് ലോങ് ടേം ബോറോയിങ്സ് ഉണ്ട്. മക്കളെ ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലും പെടും, ഡൗട്ട് ഒന്നും അടിക്കേണ്ട. സെക്യൂർഡ് വരും, അൺസെക്യൂർഡ് വരും, ലോങ് ടേം വരും, ഷോർട്ട് ടേം വരും, എല്ലാം വരും, പേടിക്കാൻ വേണ്ട. ഓക്കെ, കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ശ്രദ്ധിക്കുക, ഈ ക്വസ്റ്റ്യന്റെ ഇമ്പോർട്ടൻസ് എന്താ ഞാൻ പറഞ്ഞുതരാം. ദ കമ്പനി വാണ്ട്സ് ടു ബൈ ബാക്ക് 25,000 equity shares of rupees 10 each on 1st April 2011 at rupees 20 per share. Buyback of shares is duly authorized by its articles, and necessary resolution has been passed by the company towards this. ഇതൊക്കെയാണ് നമ്മുടെ conditions to be satisfied. The payment for buyback of shares will be made by the company out of sufficient bank balance available shown as part of current asset. Comment with your calculations whether buyback of shares by company is within the provisions of Companies Act 2013. If yes, pass journal entries towards buyback of shares and prepare the balance sheet after buyback of shares. മക്കളെ എന്താണെന്ന് വെച്ചാൽ ബൈബാക്ക് 25,000 ആണ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളോട് ചോദിക്കുന്നത് 25,000 ബൈബാക്ക് ചെയ്യാൻ പറ്റുമോ ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ 3 ടെസ്റ്റ് നടത്തണം. റിസോഴ്സ് ടെസ്റ്റ്, ഔട്ട്സ്റ്റാൻഡിംഗ് ടെസ്റ്റ്, പിന്നെന്താ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ടെസ്റ്റ്. ഈ 3 ടെസ്റ്റ് നടത്താം. ഓക്കെ, ഈ 3 ടെസ്റ്റ് നടത്തിയിട്ട് 25,000 മേലെ കിട്ടുന്നുണ്ടെങ്കിൽ, അബൌവ് 25,000 ആണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അബൌവ് 25,000 ആണെങ്കിൽ എന്താ അതിന്റെ അർത്ഥം? മാക്സിമം നമ്പർ ഓഫ് ഷെയർസ് ദാറ്റ് ക്യാൻ ബി ബോട്ട് ബാക്ക് അബൌവ് 25,000 ആണെങ്കിൽ നമുക്ക് 25,000 ഷെയർസ് ബൈബാക്ക് ചെയ്യാം. ലെസ് ദാൻ 25,000 ആണെങ്കിലോ 25,000 ഷെയർസ് ബൈബാക്ക് ചെയ്യാൻ പറ്റൂല. ഓക്കെ, ഇത് നിങ്ങളോട് സാധാരണ നേരത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്താ ചെയ്തത്? എത്രയാണോ നിങ്ങൾക്ക് ലീസ്റ്റ് കിട്ടിയത് അത് നിങ്ങൾ ബൈബാക്ക് ചെയ്തു. നിങ്ങളോട് അത് ഇവിടെ അങ്ങനെയല്ല പറയും. നിങ്ങൾക്ക് ലീസ്റ്റ് കിട്ടുന്ന ചിലപ്പോൾ എത്രയായിരിക്കും? ഫോർ എക്സാമ്പിൾ 30,000 ആയിരിക്കും. ലീസ്റ്റ് കിട്ടുന്ന എത്രയായിരിക്കും? 30,000 ആയിരിക്കും. പക്ഷെ നിങ്ങൾ 30,000 ബൈബാക്ക് ചെയ്യേണ്ട, 25,000 ബൈബാക്ക് ചെയ്താൽ മതി. സർ പിന്നെന്തിനാ അവർ പറയുന്നത്? അവര് നോക്കുന്നേ 25,000 ബൈബാക്ക് ചെയ്യാൻ പറ്റോ ഇല്ലയോ എന്ന് അവർക്ക് അറിയില്ല. അവർ നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾ അത് കണ്ടുപിടിച്ചോ. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ മക്കളെ? ഇത് ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആണ്. ചെയ്യാണ്ടിരുന്നതിന് നിങ്ങൾക്കാണ് അത് ബുദ്ധിമുട്ട്. ഹോംവർക്ക് ആണ്. മെയ് 2012 ഓൾഡ് സിലബസിൽ 8 മാർക്കിന് ചോദിച്ചതാണ്. ഓക്കെ മക്കളെ, പ്രാക്ടീസ് ചെയ്യും, നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്യും. അതായത് 4 ജേർണൽ എൻട്രി പാസ് ചെയ്തതിന് എങ്ങനെ നമുക്ക് പെട്ടെന്ന് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഒരു ബൈബാക്ക് നടന്നിട്ടുണ്ടെങ്കിൽ ബാലൻസ് ഷീറ്റിൽ എവിടെയൊക്കെ ശ്രദ്ധിക്കണം മനസ്സിലായിക്കോ. ഒന്ന് ഷെയർ ക്യാപിറ്റൽ, ഒന്ന് റിസർവ്സ് ആൻഡ് സർപ്ലസ്, പിന്നെ ഒന്ന് ക്യാഷ് ഓഫ് ബാങ്ക് ബാലൻസ്. വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഈ 3 കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. ഈ 3 കാര്യങ്ങളിൽ മാത്രമേ മാറ്റുണ്ടാവും. നിങ്ങൾ വിചാരിക്കും ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ എല്ലാം മലമറിക്കുന്ന പരിപാടിയാണ്. ഒന്നുമില്ല. ഈ 3 കാര്യങ്ങളെ മാറ്റട്ടോ. ഈ 3 കാര്യങ്ങൾ, ബാക്കിയെല്ലാം സെയിം എമൗണ്ട് എടുത്തിടാൻ നിങ്ങൾക്ക് ടൈം എടുക്കൂല. പ്രാക്ടീസ് ചെയ്യണം മക്കളെ. ഓക്കെ മക്കളെ, ക്വസ്റ്റ്യൻ നമ്പർ 9. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 9, 8 ഞാൻ അവിടെ പെൻഡിങ് വെച്ചിട്ടുണ്ട്, പറഞ്ഞുതരാം. ഓക്കെ, കുറെ RTP ആണെന്നുകൊണ്ട് നിങ്ങളും പേടിക്കും. അത് വരും, അധികം 4 മാർക്കിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 8th ക്വസ്റ്റ്യൻ ഞാൻ വായിക്കും പിന്നെ. ഓക്കെ, 9th question. What are the conditions to be fulfilled by a joint stock company to buy back its equity shares as per Companies Act 2013? Explain in brief. May 2019 RTP മാത്രമല്ല മക്കളെ, പല ടൈമും എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് തന്നെ ഇപ്പൊ ആൻസർ അറിയാം. ഞാൻ ഓൾറെഡി ഇന്ന് ഫസ്റ്റ് ക്ലാസ്സിൽ എന്താണോ എടുത്തത് അത്. ഓക്കെ, പിന്നെ മക്കളെ ക്വസ്റ്റ്യൻ നമ്പർ 14 ഹോംവർക്ക് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 14 അതായത് നമ്മൾ ഇന്നലെ ക്ലാസ്സിൽ ചെയ്ത അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ഓക്കെ,
മക്കളെ ക്വസ്റ്റ്യൻ നമ്പർ 15 ഒരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്, ഞാൻ ഡിസ്കസ് ചെയ്തുതരാം. ഫസ്റ്റ് എല്ലാവരും ശ്രദ്ധിച്ചോ. ക്വസ്റ്റ്യൻ നമ്പർ 15, ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 ഈസ് ഫുള്ളി പെയ്ഡ് അപ്പ്. അത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആണ്. ഓക്കെ. ബോണസ് ഷെയർസ് ഓഫ് ₹10 ഈസ് ഫുള്ളി പെയ്ഡ് അപ്പ്. അതും ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആണ് മക്കളെ. ബോണസ് ഷെയറും ഇക്വിറ്റി ഷെയർസും എല്ലാം സെയിം തന്നെയാണ്, ഇക്വിറ്റി ഷെയർസ് തന്നെയാണ്. ഓക്കെ, ഇത് ശ്രദ്ധിക്കണം, ഒരു അത്യാവശ്യം ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, RTPയിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്, എക്സാമിന് ഇതുവരെ വന്നില്ല, അതുകൊണ്ട് ചാൻസസ് ഉണ്ട് ചോദിക്കാൻ. നെക്സ്റ്റ് ഷെയർ ഓപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് അക്കൗണ്ട്. മക്കളെ ഷെയർ ഓപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് അക്കൗണ്ട് നിങ്ങൾ ഇപ്പം മനസ്സിലാക്കോ, അത് റിസർവ്സ് ആൻഡ് സർപ്ലസിന്റെ അണ്ടറിൽ വരുന്നതാണ്. റിസർവ്സ് ആൻഡ് സർപ്ലസിന്റെ അണ്ടറിൽ, ബട്ട് നോട്ട് എ ഫ്രീ റിസർവ്. നോട്ട് എ ഫ്രീ റിസർവ്. റിസർവ്സ് ആൻഡ് സർപ്ലസിന്റെ അണ്ടറിൽ വരുന്ന നോട്ട് എ ഫ്രീ റിസർവ്. സർ എന്തുകൊണ്ട്? അത് ESOP എന്ന് പറയുന്ന ചാപ്റ്റർ ഞാൻ എടുക്കും, ഞാൻ എടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, റവന്യൂ റിസർവ്, സെക്യൂരിറ്റീസ് പ്രീമിയം, P&L അക്കൗണ്ട്, capital reserve, unpaid dividends, liability, current liability or whatever. Okay, 12% debenture, secured liability, unsecured, advance from related parties, liability, current maturities of long-term borrowings, adum liability, application money received for allotment, application money received for allotment, due for refund, adum liability. Okay, മക്കളെ നമുക്ക് liability current ആണോ നോൺ കറന്റ് ആണോ അല്ലെങ്കിൽ സെക്യൂർഡ് ആണോ അൺസെക്യൂർഡ് ആണോ അതൊന്നും ആവശ്യമില്ല, കാരണം നമ്മുടെ ഡെപ്റ്റ് എന്ന് പറയുന്നത് എല്ലാം വരും. ഡെപ്റ്റ് എന്ന് പറയുന്നത് എല്ലാം വരും. ഓക്കെ, ശ്രദ്ധിക്ക്. The company wants to buy back 25,000 equity shares of ₹10 each on 1st April 2016 at ₹20 per share. The buyback of shares is duly authorized by its articles and necessary resolution has been passed by the company towards this. The buyback of shares by the company is also within the provisions of the Companies Act. അവരെന്നെ പറയുന്ന Companies Act provisions ഉള്ളിലാണ്. The payment for buyback of shares will be made by the company out of sufficient bank balance available shown as part of current assets. You are required to prepare the necessary journal entries towards buyback of shares and the prepare the share balance sheet after buyback of shares. May 2016 old syllabus 12 മാർക്സിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 12 മാർക്സിന് ക്വസ്റ്റ്യൻ ചോദിച്ചത്. മക്കളെ ഇവിടെ ഈ ഐറ്റംസ് ഒക്കെ തന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ഇവിടെ ഡെപ്റ്റ് ആണോ ഇക്വിറ്റി ആണോ അറിയണമെന്ന് നിർബന്ധം വരില്ല. എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഡയറക്റ്റ് ജേർണൽ എൻട്രീസ് വെച്ച് ചെയ്യാൻ പറ്റും. കാരണം കാൽക്കുലേറ്റ് ചെയ്യണ്ട നമ്പർ. കാരണം അവര് പറയുന്നുണ്ട് ദ ബൈബാക്ക് ഓഫ് ദ ഷെയർസ് ബൈ ദ കമ്പനി ഈസ് ഓൾസോ വിത്തിൻ ദ പ്രൊവിഷൻസ് എന്നാ പറയുന്നത്. നമ്മളോട് പറയുന്നില്ല എത്രയാ മാക്സിമം കണ്ടുപിടിക്കണം എന്നൊന്നും പറയുന്നില്ല. The buyback of shares by the company is also within the provisions of the Companies Act എന്നാ പറയുന്നത്. അതുകൊണ്ട് ഇവിടെ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. കണ്ടുപിടിക്കണമെങ്കിൽ കണ്ടുപിടിച്ചോ, പ്രശ്നമൊന്നുമില്ല. അൺപെയ്ഡ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ് ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ്, ദാറ്റ് ഇസ് എ കറന്റ് ലയബിലിറ്റി. അതായത് പ്രൊവിഷൻ ഷോർട്ട് ടേം പ്രൊവിഷൻസിലാണ് പൊതുവെ കാണിക്കുന്നത്. ഷോർട്ട് ടേം പ്രൊവിഷൻസ് ഡെപ്റ്റ് തന്നെ വരും. ഈ ചാപ്റ്ററിൽ ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ കറന്റ് ലയബിലിറ്റി വരും, നോൺ കറന്റ് ലയബിലിറ്റി വരും, അൺസെക്യൂർഡ് വരും, സെക്യൂർഡ് വരും. അതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. മക്കളെ 12 മാർക്കിനെ ചോദിച്ച് നേരത്തെ ഇതേപോലത്തെ ക്വസ്റ്റ്യൻ 8 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അത് പണ്ടാണ്, മെയ് 2012. ഇപ്പൊ അടുത്തായിട്ട് വരുമ്പോൾ മാർക്ക് വെയിറ്റേജ് കൂടുന്നുണ്ട്. മക്കളെ പ്രതീക്ഷിച്ചോ ഒരു 12 മാർക്കിന് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. മക്കളെ ഞാൻ ചടങ്ങാക്കിയിട്ട് എടുത്തു തീർക്കുന്നല്ല, ഒരു കാര്യം പറയാൻ, ഞാൻ ചടങ്ങായിട്ട് എടുത്തു തീർക്കുന്നല്ല. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ചോദിച്ചാൽ ചെയ്യാൻ പറ്റും, 100% ചെയ്യാൻ പറ്റും. കാരണം ഞാൻ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ബൈ ചാൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യാം. ഒന്നെങ്കിൽ ഞാൻ ഒന്നും കൂടി റെക്കോർഡഡ് വീഡിയോ നിങ്ങൾക്ക് അയച്ചു തരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ സെഷൻ തന്നെ എടുത്തു തരും. ഓക്കെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സ്പെൻഡ് ചെയ്യുന്ന ഓരോ മിനിറ്റും നിങ്ങൾക്കും ബെനിഫിറ്റ് വേണം, എനിക്കും ബെനിഫിറ്റ് വേണം. ഇത് വെറുതെ ഉള്ളൊരു വാക്കല്ല. ഓക്കെ, നിങ്ങൾ ബ്രോത്ത് ഗ്രൂപ്പ് ചെയ്യുന്നുണ്ടോ സിംഗിൾ ഗ്രൂപ്പ് ചെയ്യുന്നുണ്ടോ ഞാൻ ചിന്തിക്കുന്നില്ല. എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇപ്പൊ നിങ്ങൾ എല്ലാവരും ക്ലാസ്സിലേക്ക് വരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും ബെനിഫിറ്റ് വേണം. ഞാൻ പറയാം ഫസ്റ്റ് ഗ്രൂപ്പോ സെക്കൻഡ് ഗ്രൂപ്പോ ഏതോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ്, അത് നല്ലോണം ഫോക്കസ് ചെയ്യുക. അതിന്റെ കൂടെ ഒന്നിച്ചിട്ട് സെക്കൻഡ് ഗ്രൂപ്പും കൂടി കൊണ്ടുപോകാൻ നോക്ക്. ഭാഗ്യം മക്കളെ, ഭാഗ്യമാണ്. ഓരോ ടൈം ചിലപ്പോൾ ബാക്കി എല്ലാ സബ്ജക്റ്റും 40 കിട്ടും, ഇതിനും എന്ത് ചെയ്യും, ഇതിന് നല്ല സ്കോറും ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി പാസ്സായിട്ട് പോകും. ICAI ഫ്രീ ആയിട്ട് മാർക്ക് കൊടുത്തിട്ട് പല ആൾക്കാരും പാസ്സായിട്ടുണ്ട്, പാസ്സായില്ല എന്ന് പറയാൻ പറ്റൂല. ICAIനെ പറ്റി നെഗറ്റീവ് പറയുന്ന പരിപാടി നിർത്തിക്കോ. എനിക്കറിയാം പല ആൾക്കാർക്കും 55 ഉള്ള ആൾക്കാർക്ക് 58 ആക്കി കൊടുത്തിട്ടുണ്ട്, 59 ആക്കി കൊടുത്തിട്ടുണ്ട്, 60 ആക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷെ 4 മാർക്കൊക്കെ എക്സ്ട്രാ എന്തിനാ കൊടുക്കുന്ന വെച്ചാൽ അവര് ചിന്തിക്കാൻ ഈ കുട്ടിക്ക് 55 മാർക്ക് കിട്ടി, ഈ കുട്ടിക്ക് ബൈ ചാൻസ് എഗ്രിഗേറ്റിന് തോറ്റു പോകുന്നുണ്ടെങ്കിൽ ആ കുട്ടി അങ്ങനെ തോറ്റു പോകണ്ട, അതുകൊണ്ട് ഒരു 3 മാർക്ക് എക്സ്ട്രാ
4 സബ്ജക്ട് ഇവാലുവേറ്റ് ചെയ്യുന്ന 4 ഫാക്കൽറ്റീസാ. 3 ഫാക്കൽറ്റി ഇതേപോലെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര മാർക്ക് എക്സ്ട്രാ വരും മക്കളെ? എനിക്ക് വന്നിട്ടുണ്ട്. എനിക്ക് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുന്നത്, എനിക്ക് മാർക്ക് അതേപോലെ കിട്ടിയിട്ടുണ്ട്. പല എൻ്റെ ഫ്രണ്ട്സിനും കിട്ടിയിട്ടുണ്ട്, പല CA സ്റ്റുഡൻസിനും കിട്ടിയിട്ടുണ്ട്. വെറുതെ അല്ല. ചില കുട്ടികൾ പറയും, സർ ഞാൻ പാസ്സായത് എനിക്ക് തന്നെ അറിയില്ല, CA ഫൗണ്ടേഷൻ എങ്ങനെ പാസ്സായത്, അല്ലെങ്കിൽ CA ഇന്റർമീഡിയറ്റ് ഞാൻ എങ്ങനെ പാസ്സായത് എനിക്കറിയില്ല. മക്കളെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ ഒരു 90% പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ എഫേർട്ട് എടുത്തു. ബട്ട് ബാക്കിയൊക്കെ മാജിക് പോലെ നടക്കും. മാജിക് അല്ല, ദൈവത്തിന്റെ കാരുണ്യം, അത്രേ പറയാൻ പറ്റും. ഇതൊന്നും വെറുതെ പറയുന്നല്ല, എക്സ്പീരിയൻസ്ഡ് ആയിട്ട് പറയുന്നതാണ്. നിങ്ങൾ ഒരു ഗ്രൂപ്പ് മാത്രം ഫോക്കസ് ചെയ്യണോ, നിങ്ങൾ ഫോക്കസ് ചെയ്തോ. നിങ്ങളുടെ പേഴ്സണൽ വ്യൂ, ഓക്കെ, എന്നോട് പേഴ്സണലി മെസ്സേജ് ചോദിച്ചവരോടെല്ലാം ഞാൻ എന്റേതായ വ്യൂ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ബോത്ത് ഗ്രൂപ്പ് നോക്കണോ, ബോത്ത് ഗ്രൂപ്പ് നോക്കിക്കോ. ബോത്ത് ഗ്രൂപ്പ് നോക്കുമ്പോൾ എപ്പം മനസ്സിലാക്കേണ്ടത്, ഒരു ഗ്രൂപ്പിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക. 2 ഗ്രൂപ്പ് പഠിച്ചു തീർക്കാൻ പറ്റുമെങ്കിൽ ഫൈൻ ഇനഫ്. നമ്മുടെ ടൈമിന്റെ പ്രശ്നം കൊണ്ട് മാത്രമാണ്, ടൈമിന്റെ പ്രശ്നം കൊണ്ട് മാത്രം. അതായത് നമ്മുടെ ടോപ്പിക് എത്രത്തോളം എത്തുമെന്ന് അറിയില്ല, നമ്മളതല്ല, ഓവറോൾ 8 സബ്ജക്റ്റിന്റെ ടോപ്പിക്. അതുകൊണ്ട് മാത്രം പറയും. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 4 പേപ്പർ നല്ല ഫോക്കസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും 60 കിട്ടണം. അങ്ങനെ കിട്ടും മക്കളെ, പഠിച്ചാൽ കിട്ടും. നമ്മളെ പിള്ളേർക്ക് എന്തായാലും കിട്ടും. അതിന്റെ ഒപ്പം മെല്ലെ മെല്ലെ സൈഡിലോട്ട് ഓരോ സബ്ജക്ട് എടുത്തു പോയാൽ മതി. അഡ്വാൻസ് അക്കൗണ്ടിങ് നിങ്ങൾ പേടിക്കാൻ വേണ്ട, 60 എന്തായാലും നിങ്ങൾക്ക് കിട്ടും, പേടിക്കാൻ വേണ്ട. ഓക്കെ മക്കളെ, ബൈബാക്കിൽ ഈ ക്വസ്റ്റ്യൻ ഹോംവർക്ക്, ക്വസ്റ്റ്യൻ നമ്പർ 15 ഹോംവർക്ക്, ക്വസ്റ്റ്യൻ നമ്പർ 16 ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ആദ്യം ചെയ്യണ്ട, വിട്ടേ, ഹോംവർക്ക് ഒന്നും വേണ്ട, ഞാൻ ഓൾറെഡി ചെയ്തതാണ്, വിട്ടേ ചെയ്യണ്ട. പക്ഷെ ഈ ഒരു ക്വസ്റ്റ്യനിൽ മനസ്സിലാക്കേണ്ടത്, ഇതിൽ നിങ്ങൾ ആ ഇക്വേഷൻ ചെയ്യേണ്ട ആവശ്യം വരൂല. കാരണം ഇക്വേഷൻ ചെയ്യാൻ തന്നെ നമുക്ക് ആൻസർ കിട്ടും. വിട്ടേ, വാട്ട് എവർ മേ ബി. ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഞാൻ നിർബന്ധിക്കുന്നില്ല, നിങ്ങൾക്ക് വേണം നിങ്ങൾ ട്രൈ ചെയ്തോ. ക്വസ്റ്റ്യൻ നമ്പർ 17 മക്കളെ നോക്കിയാൽ ക്വസ്റ്റ്യൻ ഇക്വിറ്റി ഷെയർസ് ഉണ്ട്. ഓക്കെ, റവന്യൂ റിസർവ്, സെക്യൂരിറ്റീസ് പ്രീമിയം, P&L അക്കൗണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് റിസർവ്, ഡെപ്റ്റ്, സെക്യൂർഡ് ലോൺ, അൺസെക്യൂർഡ് ലോൺ, കറന്റ് മെച്യൂരിറ്റീസ് ഓഫ് ലോങ് ടേം ബോറോയിങ്സ്. ഓക്കെ, ഇതൊക്കെ തന്നിട്ടുണ്ട് മക്കളെ. മെയ് 2019 10 മാർക്സിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കുക. Super Limited wants to buy back 35,000 equity shares of ₹10 each, fully paid up on 1st April 2018 at ₹30 per share. Buyback of shares is fully authorized by its articles and necessary resolution have been passed by the company towards this. The payment for buyback of shares will be made by the company out of sufficient fund out of current assets. Comment with calculations. Calculate ചെയ്യണം, നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. 35,000 അവർക്ക് ബൈബാക്ക് ചെയ്യാൻ താല്പര്യം, നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറയണം 35,000 ബൈബാക്ക് ചെയ്യാൻ പറ്റോ ഇല്ലയോ. Whether the buyback of the company, buyback of shares by the company is within the provisions of the act. മക്കളെ 10 മാർക്കിനെ ചോദിച്ചത്, 10 മാർക്കിനെ ചോദിച്ചേ മക്കളെ. ക്വസ്റ്റ്യൻ എന്താ പറയുക, റിക്വയർമെന്റ് കാൽക്കുലേഷനും ജേർണൽ എൻട്രീസും, 10 മാർക്കിന് സർ. അതും ലേറ്റസ്റ്റ് ആയിട്ട് മെയ് 2019. ഞാൻ വെറുതെ പറയുന്നില്ല മക്കളെ, 10 മാർക്ക് കാൽക്കുലേഷൻ, ജേർണൽ എൻട്രീസ്, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണ്ട. ഇപ്പൊ നിങ്ങൾക്ക് ഹാപ്പിനെസ് ഉണ്ടാവും. ഓക്കെ മക്കളെ, ശ്രദ്ധിക്കും. ഇനി 18th ക്വസ്റ്റ്യൻ issued 2 months before the buyback. ഓക്കെ, 18th ക്വസ്റ്റ്യൻ ഓൾറെഡി ഹോംവർക്ക് തന്നതാണ്. ഓക്കെ, 19th ക്വസ്റ്റ്യൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ മക്കളെ, 19th ക്വസ്റ്റ്യൻ ചോദിച്ചത് ഫസ്റ്റ് ശ്രദ്ധിച്ചോ. 15 മാർക്കിന് നവംബർ 2019 പുതിയ സിലബസിൽ. നവംബർ 2019 എന്ന് പറഞ്ഞാൽ എപ്പാ, കഴിഞ്ഞ അറ്റംപ്റ്റ് 15 മാർക്കിനെ ചോദിച്ചത്. ഓക്കെ, ശ്രദ്ധിക്കും. X Limited furnishes the following summarized balance sheet as of 31st March 2018. Equity share capital ഉണ്ട്, preference share capital ഉണ്ട്, capital reserve തന്നിട്ടുണ്ട്, securities premium, revenue reserve, P&L account, dividend equalization fund. മക്കളെ ഇതും ഒരു ഫ്രീ റിസർവ് ആണ് കേട്ടോ. അത് ഫ്രീ റിസർവ് ആണ് ഈ ഡിവിഡൻഡ് ഇക്വലൈസേഷൻ ഫണ്ട് എന്ന് പറയുന്നത്. നോൺ കറന്റ് ലയബിലിറ്റീസ് 12% debtors, current liabilities and provisions 5,50,000. Asset, okay, whatever. The shareholders adopted the resolution on the date of the above mentioned balance sheet to buy back 25% of the paid up capital. Okay, paid up capital, and it was desired to offer a price 20% over market price. The prevailing market price of the company, market value of the company share is 30. 30 ne mele 20% ആണ് 36 rupees. Okay, 36 rupees ഒന്നും പറയണ്ട. പിന്നെ to finance the buyback of shares, company issued 3,014% debentures of ₹100 each at a premium of 20%. മക്കളെ ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ചാല്
Issue of debentures is not a fresh issue. Is not a fresh issue. CRR create ചെയ്യുമ്പോൾ മക്കൾക്ക് ഡൗട്ട് വരുന്ന ഇതാണ്. Issue ചെയ്യുമ്പോൾ എന്താ journal entry? Bank account debt to 14% debentures to securities premium. Okay, journal entry. Issued 2,500 10% preference shares of rupees 100 each. അത് എന്താണ്? Fresh issue. അതെന്താ? Fresh issue. 2,500 സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. എത്രയാണ്? 2,500 into 100 എന്ന് പറയുന്നത് എത്രയാണ്? 2,50,000. 2,50,000. മക്കളെ, ഇതാണ് ആ ക്വസ്റ്റ്യന്റെ ക്രക്സ്. ആ ഡെബിഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തത് ഞാൻ നിങ്ങളോട് ഫസ്റ്റ് ക്ലാസ് ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഡെബിഞ്ചറിന്റെ ഇഷ്യൂ എന്തല്ല, ഫ്രഷ് ഇഷ്യൂ അല്ല. Sell investment worth 1 lakh for 1,50,000. Journal entry bank account after to investment to profit and loss account. Maintain a balance of 2 lakh in the revenue reserve. Revenue reserve എന്ത് ചെയ്യണം? 2 lakh ബാലൻസ് വെക്കണം. അതായത് റവന്യൂ റിസർവ് നിങ്ങൾക്ക് 3 lakh എടുക്കാം. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 20 lakhs മൊത്തം വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, ഡിവിഡന്റ് ഇക്വലൈസേഷൻ ഫണ്ട് ഒന്നും വേണമെങ്കിൽ എടുക്കാം. സെക്യൂരിറ്റീസ് പ്രീമിയത്തിന് 12 ലക്ഷം എടുക്കാം. ഒരു പ്രശ്നവും ഇല്ല. അത് മാത്രമല്ല, പി ആൻഡ് അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്ത് ലാഭത്തിന് വിറ്റപ്പോ അതും കിട്ടുന്നുണ്ട്. ഓക്കെ, CRR ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ കാര്യം പറയുന്നു. ശ്രദ്ധിക്കും. Maintain a balance of 2 lakh in the revenue reserve. Later, the company issued 3 fully paid up equity shares of rupees 20 each by way of bonus shares for every 15 equity shares held by the equity shareholders. Bonus issue. Okay. മൂന്ന് ഷെയർസ് ആണ് കൊടുക്കുന്നത്. 15 ഷെയർസ് ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 3 ഷെയർസ്. അതാണ് ഇത് 3/5. 3/15. 15 ഷെയർസ് ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 3 ഷെയർസ്. ഓക്കെ. You are required to pass the necessary journal entries to record the above transactions and prepare the balance sheet after buyback. മക്കളെ, journal entries എന്ന് പറയുമ്പോൾ 1, 2, 3 journal entries. ഒന്ന് ഇഷ്യൂ ഓഫ് ഡെബിഞ്ചേഴ്സ്, ഒന്ന് ഇഷ്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർസ്, പിന്നെ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് മൂന്നാമത്തെ journal entry. ബൈബാക്ക്, അഡ്ജസ്റ്റ്മെന്റ് ഓഫ് പ്രീമിയം, CRR പേയ്മെന്റ്. ഇത്ര 7 journal entries. പിന്നെ അതിനുശേഷം ബോണസ് ഇഷ്യൂ. 9 journal entries മാക്സിമം വരും. 9 journal entries. മക്കളെ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഓഫ് rupees 20 ആണ്. ഫേസ് വാല്യൂ 20 ആണ് മക്കളെ. ഫേസ് വാല്യൂ 20 ആണ്. ഇതൊക്കെ നിങ്ങൾ തെറ്റിക്കാം. അതായത് 50 lakhs ആണ് നമ്മുടെ ക്യാപിറ്റൽ ഉള്ളത്. ഡിവൈഡ് ബൈ 20 എന്ന് പറയുമ്പോൾ എത്രയാണ്? 2,50,000 നമ്പർ ഓഫ് ഷെയർസ്. 2,50,000 നമ്പർ ഓഫ് ഷെയർസ്. 2,50,000 നമ്പർ ഓഫ് ഷെയർസിന്റെ 25% എന്ന് പറയുമ്പോൾ എത്രയാ? 62,500. എത്രയാ? 62,500. 62,500 into 20. CRR ക്രിയേറ്റ് ചെയ്യേണ്ടത് 62,500 into 20 എന്ന് പറയുമ്പോൾ എത്രയാ? 12,50,000 CRR ക്രിയേറ്റ് ചെയ്യണം. 12,50,000 ആണ് ഫേസ് വാല്യൂ ഓഫ് ഷെയർസ് ബോട്ട് ബാക്ക്. ഫേസ് വാല്യൂ ഓഫ് ഷെയർസ് ബോട്ട് ബാക്ക് എത്രയാ? 12,50,000. മക്കളെ, അതിൽ ഫ്രഷ് ഇഷ്യൂ എന്ന് പറയുന്നത് 2,50,000. 2,50,000. എന്നിട്ട് ബാക്കി എത്രയുള്ളത്? 10 lakhs. ഈ 10 lakh ആണ് നമ്മുടെ എന്ത്? ഫ്രീ റിസർവ്സ് നമ്മൾ ബൈബാക്ക് ചെയ്യുന്നത്. നമ്മൾ ഫ്രീ റിസർവ്സ് ബൈബാക്ക് ചെയ്യുന്നത് എത്രയാ? 10 lakh rupees. എത്രയാ മക്കളെ? 10 lakh rupees. അതായത് 10 lakh ആണ് നിങ്ങൾ CRR ക്രിയേറ്റ് ചെയ്യേണ്ടത്. മക്കളെ, CRR ക്രിയേറ്റ് ചെയ്യുമ്പോൾ 10 lakh ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 lakh ഫസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? റവന്യൂ റിസർവ് 3 ലക്ഷം എടുക്കാം. കാരണം അവർ പറയുന്നത് 2 ലക്ഷം ബാലൻസ് വെക്കണം, 3 ലക്ഷം എടുത്തോ. ഓക്കെ. പിന്നെ ബാക്കി 10 ലക്ഷം, ബാക്കി 7 ലക്ഷം എവിടെ നിർത്തോ? പി ആൻഡ് അക്കൗണ്ട് നിർത്തോ. കഴിഞ്ഞു. ബാക്കി 7 ലക്ഷം എവിടെ നിർത്തോ? പി ആൻഡ് അക്കൗണ്ട് നിർത്തോ. 10 ലക്ഷമായി. അത് എന്തുകൊണ്ടാണ് സാർ ഇങ്ങനെ എടുക്കുന്നത്? കാരണം സ്പെസിഫിക് ആയിട്ട് അവർ പറയുന്നുണ്ട് റവന്യൂ റിസർവിൽ 2 ലക്ഷം ബാലൻസ് വെച്ചാൽ മതി. റവന്യൂ റിസർവിൽ 2 ലക്ഷം ബാലൻസ് വെച്ചാൽ മതി അവർ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. 3 ലക്ഷം എടുക്കണം, 2 ലക്ഷം ബാക്കി. ജേർണൽ എൻട്രി എന്താ? റവന്യൂ റിസർവ് അക്കൗണ്ട് ഡെപ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാപിറ്റൽ റിഡംപ്ഷൻ റിസർവ് അക്കൗണ്ട്. മക്കളെ, പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ക്വസ്റ്റ്യൻ നമ്പർ 19 ഫോർ ടൈം ബീങ് ഹോംവർക്ക് തരാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ ഞാൻ ചെയ്തു തരും. ഓക്കെ.